മരുന്നിങ്ങെടുത്താൻ ഇങ്ങനെ ഏന്തി വലിഞ്ഞെടുക്കണോ? എന്നെ വിളിച്ചാ പോരെ? ഇന്ന് കുറച്ച് കൂടുതലാ മോനെ. ഇന്നല്ല എന്നും ഇത്തിരി കൂടുതലാണല്ലോ. ഈ ചുമ മാറണമെങ്കിലേ ആദ്യ വൈദ്യരെ ഇടിച്ച് പിഴിഞ്ഞു കുടിക്കണം. ഒരു നല്ല ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞാൽ സമ്മതിക്കരുത്. എനിക്ക് കഷായം ഒടുക്കത്തൊരു കഷായം. ആ കോളാമ്പി വാങ്ങി താഴത്ത് വെക്ക്. പിടുത്തം കണ്ടാ തോന്നും മേലെ ചെന്നാ ഇതൊന്നും കിട്ടൂലെന്ന്. അങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ എന്താ തോന്നുക? പിന്നെ മനുഷ്യന് പണിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. രാവിലെ മുതൽ തുടങ്ങിയതാ കൊക്കരക്കോ കൊക്കരക്കോ എന്നുള്ള കൂവല്. എന്താ ഒരു നല്ല ഇംഗ്ലീഷ് ഡോക്ടറെ കാണിച്ച അയാൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഹാജിയാർക്ക് ഇത് കഴിഞ്ഞ ആഴ്ച കൊടുക്കേണ്ടതാ. എങ്ങനെയാ ഒന്ന് സ്വസ്ഥായി ഇരുന്നിട്ട് വേണ്ടേ? ഞാൻ തന്നെ പണിയണമെന്ന് ആ ബീവി വാശി പിടിച്ചത് കൊണ്ടാ എനിക്കിത് കിട്ടിയത്. പറഞ്ഞ സമയത്തിന് കൊടുത്തില്ലെങ്കിൽ ആ വിശ്വാസം പോവും. അത് തന്നെ. വല്ല ഗുണമുണ്ടോ? ഇതിലധികം ഒന്നും തടയുന്ന ലക്ഷണമില്ല. വരുന്ന പെരുന്നാളിന് 5 പവന്റെ 4 വള പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഇത്തിരി ഗുണം ചെയ്യും. നമുക്കൊക്കെ ജീവിക്കണ്ടേ? ഏട്ടൻ ആ ഹാജിയാരുടെ മൂന്നാമത്തെ ബീവിയെ കണ്ടിട്ടുണ്ടോ? പിന്നെ തട്ടാൻ കാണാത്ത പെണ്ണുണ്ടോ? ഹാജിയാർ ഇന്ന് വരെ ആ ബീവിയെ പുറത്തിറക്കിയിട്ടില്ല. ആരും കണ്ടിട്ടുമില്ല, ആരെയും കാണിച്ചിട്ടുമില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. തട്ടാന് കയറി ചെല്ലാൻ പറ്റാത്ത ഏത് അന്തപ്പുരാടി ഇവിടെ ഉള്ളത്? പെണ്ണായ പൊന്ന് വേണം. പൊന്ന് വേണോ തട്ടാൻ വേണം. അതാണ് തട്ടാന്റെ മഹത്വം. പറഞ്ഞോണ്ടിരുന്നു ബാക്കിയുള്ളവരിവിടെ ചുമച്ചു തീരും. എന്ത് ചുമയാ എന്റെ ഈശ്വര! ഓരോ ദിവസം ഓരോ ജാതി. മൂത്ത തട്ടാന് ശനിയുടെ അപഹാര. അത് ചുമച്ചു തന്നെ തീരണം. ആ സ്നേഹലതയ്ക്ക് 2 കമ്മല് പണിയാൻ ആ ഭാസ്കരനെ ഏൽപ്പിച്ചിരുന്നു. അവൻ അത് കൊണ്ടുതന്നു. ഭാഗീരഥി കൊണ്ടുവരാൻ എപ്പോഴാ കൊടുത്തേ? കൊടുത്തിട്ട് മാസം 2 മൂത്ത തട്ടാൻ ചുമച്ചോണ്ടിരുന്ന ഇനി അത് നീളും. അവനെ കണ്ടാ നീ ചോദിക്കണം. എന്റെ ഈ മാലയൊന്ന് ഉരുക്കി പണിയണമെന്ന് കഴിഞ്ഞ തിരുവാതിരയ്ക്കാ ഞാൻ പറയുന്നതാ. അത് ഉരുക്കണമെന്നുണ്ടെങ്കിലേ എന്റെ നെഞ്ചത്തേക്ക് വെച്ചാ മതി. നല്ല ചൂടാ, ഉരുകിക്കോളും. ഹേ, അയൽവക്കത്തൊരു തട്ടാൻ താമസിച്ച ഇവിടെ പണിക്കന്മാർക്കാ കഷ്ടകാലം. മോൾ എവിടെയടി? അമ്പലത്തിൽ പോയി. ഭാസ്കരേട്ടൻ പോയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. മടുത്തിട്ടൊന്നുമില്ല. ഓരോരുത്തർ ജീവിത അവസാനം വരെ കാത്തുക്കുന്നു. പിന്നെ ഞാൻ അമ്പലത്തിന്റെ പുറകിൽ കുറച്ചു നേരം. സുന്ദരിയായിട്ടുണ്ട്. ഇന്നെന്റെ പിറന്നാളാ. ഭാസ്കരേട്ടൻ പോലും അത് മറന്നില്ലേ? ഇന്ന് പിറന്നാളിന് ഇടാൻ വേണ്ടിട്ട് അച്ഛൻ കമ്മല് പണിയാൻ തന്നത്. അത് ഇതുവരെയായിട്ടും തരാൻ തോന്നിയില്ലല്ലോ. ഈ പിറന്നാളെന്ന് പറയുന്നത് ഒരു മഹാസംഭവമാണ്. ഒരു ദിവസം തെറ്റിയാണ് നിന്റെ അമ്മ പ്രസവിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മളിങ്ങനെ ഇവിടെ കണ്ടുമുട്ടും. ഇത് കണ്ടോ? ഇത് ഇടത്തെ ചെവി, ഇത് വലത്തെ ചെവി. നന്നായിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി 1.5 പവൻ ഉണ്ടെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. 1.5 പവൻ അച്ഛന്റെ കണക്ക്. ഇതിപ്പോ 1.25 പവനുണ്ട്. ആ പവൻ ആര് കൂട്ടി? ഈ ഞാൻ കൂട്ടി. ആർക്ക് വേണ്ടി കൂട്ടി? സ്നേഹലതയ്ക്ക് വേണ്ടി കൂട്ടി. സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്നും
പിറന്നാൾ ദിവസം ഇത്തിരി സ്വർണം കിട്ടുന്നത് ഒരു ഭാഗ്യല്ലേ സ്നേഹലത? ഭാഗ്യമൊക്കെ തന്നെയാ. എന്നാലും ആരും അറിയണ്ട കേട്ടോ. അച്ഛൻ്റെ അടുത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സംശയിക്കും. ഇതിങ്ങനെ വിട്ടാ ശരിയാവും. ടീച്ചറെ ടീച്ചറെ നിങ്ങൾ ഒടുക്കത്തെ തുള്ളലൊന്ന് നിർത്തോ പഠിച്ചോനെ വിചാരിച്ച് ഒന്നും കേട്ട് താഴെ തിളങ്ങി നോക്കിയാട്ടെ. ഇനി ഒന്നും പൊളിഞ്ഞു വീഴാൻ ബാക്കിയില്ല. ടീച്ചറെ ഇങ്ങനെ തുള്ളിയാലേ എല്ലാം കൂടി ഇരിഞ്ഞു പറഞ്ഞ് സമാധാനത്തിനുള്ളിൽ പോകും. നമ്മളെ തലേ കയറിയിട്ട് എങ്ങനെ ഡാൻസ് പഠിപ്പിക്കല് പറഞ്ഞ കേക്ക് മനസ്സിലായില്ലല്ലേ? ഇതൊന്ന് നിർത്താൻ കഴിയും. ഞാനൊന്ന് നോക്കട്ടെ. ഇനി നാളെ മതി. നാളെ എല്ലാരും ചായക്കടയിൽ തിരക്ക് കൂടും മുമ്പ് വരണം. തട്ടിക്കുമ്പിട്ടോളൂ. പണ്ടാണോ പാച്ചി കാല് പൂസ് വെച്ചോട്ടെ. എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടാ പോക്കറെ. വെറുതെ സ്ത്രീ ശാപം വാങ്ങണ്ട. ശാപോ? അങ്ങനെ ശപിക്കാൻ മാത്രം ശക്തിയുള്ള ഒരു ഒറ്റ പെണ്ണ് ദുനിയാവിലില്ല. ഇതേ നമ്മൾ ഔറാനാജിന്റെ വാപ്പ അസിലാജിക്ക് അയാളെയും പാപ്പ ഒന്നാം പിറന്നാൾ സമ്മാനമായിട്ട് കൊടുത്ത ബിൽഡിംഗ് ആണിത്. ഇത് കണ്ണിൽ കണ്ട ടീച്ചർമാരെ ഒരു ചവിട്ടിക്കുത്തി കളിച്ചാലേ എല്ലാ ആദ്യന്മാരും ഇടിഞ്ഞു വലിയ താഴെ പോകും. നമ്മൾ അതിന്റെ അടിക്കറി ചപ്പലായി പോകും. ഭാസ്കര ഓള് വാ, പേടിക്കാണ്ട് വാ. ഓ കാര്യമായിട്ട് നോക്കിക്കോളും. ഓളുടെ ഉമ്മാന്റെ ഉമ്മാനെ നമ്മുടെ വാപ്പ അസലി രാജിക്ക് വലിയുപ്പ പെരുന്നാളിന് കൊടുത്താണ്. അതിന്നുണ്ടായ വിത്താണ്. എന്ത് വിത്തായാലും ശരി, എന്റെ അന്തോണിസ് പുണ്യാളച്ച ഹാജിയാർക്ക് 3000 ആണ് പോണത്. അത് നീ 5000 ആയിട്ട് മടക്കി തരണേ. ആ ഈ കയറങ്ങോട്ട് പിടിച്ചോളീ, കായ് ഇങ്ങോട്ട് എടുത്തോളീ. കായ് എടുക്ക്, ഗുണം വരും. ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ. ഹാജിയാരെ ഞമ്മള് കണ്ടു. എന്ത് കണ്ട്? ഹാജിയാരുടെ പുതിയ ബീവി അവിടുന്ന് എത്തി നോക്കണത് ഇപ്പൊ നമ്മള് കണ്ടു. ആ അമ്മയ്ക്ക് ഇഷ്ടായി. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും. എന്താ അത് പോരെ? അത് മതി. ദേവയാനി ചേച്ചി എവിടക്കാ? തന്റെ അമ്മയുടെ നായരോടക്ക്. അത് നടത്തം കണ്ടപ്പോഴേ മനസ്സിലായി. മാന്നാലും ഒന്നും മാറിക്കോ. ഒന്ന് തൊഴിയിക്കാൻ കൊണ്ടുവന്നതാ. മറച്ചു വെക്കുമ്പോ നഷ്ടം വരരുതല്ലോ. തൊഴി മോളെ, ഭഗവതി തൊഴി മോളെ. എന്തിനാ പാപ്പി മറിച്ചു വെക്കണത്? അതിന് നിനക്ക് തന്നെ വളർത്തി പാല് കുടിച്ച് ശരീരം നന്നായിക്കൂടെ? നായര് വെറുതെ വിവരദോഷം പറയരുത്. എന്റെ അപ്പനോ അപ്പന്റെ അപ്പനോ അപ്പാപ്പന്റെ അപ്പനോ പാല് കുടിച്ചിട്ടില്ല. പശുവിനെ വാങ്ങും വിൽക്കും. ഇനി ഞാനായിട്ട് എന്തിനാ പാരമ്പര്യത്തിൽ കളങ്കം വരുത്തുന്നത്? തൊഴുത് കഴിഞ്ഞാൽ പൂവാടി മോളെ. ഇനി ഇവിടെ നിന്നാ വിവരക്കേട് ഇനിയും കേൾക്കേണ്ടി വരും. തീർന്നു. അച്ഛൻ മരിച്ചു. അയ്യോ, കുറച്ചു മുമ്പ് നിന്റെ അച്ഛനെ കണ്ടാണല്ലോ. എന്റെ അച്ഛനല്ല, ഭാസ്കരേട്ടന്റെ അച്ഛൻ. നിക്കടാ, എന്താ കാര്യം? നമ്മുടെ തട്ടാങ്കോവല മരിച്ചു. തട്ടാങ്കോവല മരിച്ചു? വാ പോയി നോക്കാം. തട്ടാങ്കോവല മരിച്ചു. മരിച്ചോ? എപ്പോഴാ? എപ്പോഴാ മരിച്ചത്? ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മുടെ വഴിപാട് നടക്കട്ടെ. ഇതൊന്നും പിടിച്ചോളൂ. വഴിപാടുകാരൻ പോയ നിലയ്ക്ക് ഞാൻ ഇനി ആർക്ക് വേണ്ടിയാ തുള്ളുന്നേ? തിരുമേനി, എന്റെ ഭഗവതി, എന്താ എന്താ സംഗതി? നമ്മുടെ തട്ടാങ്കോവലം മരിച്ചു.
ഇങ്ങനെ കൂടി നിൽക്കാതെ മരിച്ച ആൾക്ക് ഇത്തിരി ആശ്വാസം കൊടുക്കുക. ഇത്തിരി ശുദ്ധമായി കിട്ടിക്കോട്ടെ കേട്ടോ പണിക്കരെ. നിലത്തിറക്കി കിടക്കണം. കട്ടിൽ മറിച്ച് നേരം കിടത്താൻ പറ്റില്ല. എല്ലാരോടും ഒന്ന് പോവാൻ പറ. ഒന്ന് നിർത്തുന്നുണ്ടോ? മരിച്ചിട്ട് മാറിയ നിലവിളി. ബഹളം വെക്കാനൊന്നുമില്ല, മൂപ്പരൊന്നും മയങ്ങിയതാ. കാവിൽ വെച്ച് കേട്ടപ്പോഴേ എനിക്കത് തോന്നി. ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഭഗവതി, ചങ്ക് പൊള്ളിപ്പോയി മോളെ. ഈ പ്രായത്തിൽ ഇങ്ങനെ നിലവിളിക്കരുത്. എന്താടി ഇത്ര ചിരിക്കാൻ? ഇത് ചിരിക്കാനുള്ള സമയ? എന്റെ അച്ഛൻ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാരും കൂടി ബഹളം വെച്ച് അച്ഛനെ കൊല്ലാതിരുന്നാ മതി. സമയം വരുമ്പോ അച്ഛൻ അറിയാം മരിക്കാൻ. പോട്ടെ ഭാസ്കര, പോയെന്ന് വിചാരിച്ച ആളല്ലേ തിരിച്ചു വന്നിരിക്കുന്നത്. നല്ല യോഗ. വല്ലാത്തൊരു യോഗ. ഇങ്ങനെ എല്ലാരും കൂടി ഓടി വന്നാൽ ആ വരവ് കണ്ടിട്ട് തന്നെ ആള് തീരും. ഒന്നങ്ങോട്ട് മാറുക. പണിക്കരെ, ഞാൻ ഇറങ്ങിയ. ഇനി ഇപ്പൊ പോയിട്ടെന്താ? തുള്ളി തീരുന്നതിന് മുമ്പ് ഓടി പോന്നതല്ലേ. ഇനിയുള്ളത് ഇവിടെ തന്നെ തുള്ളി തീർത്താ പോരെ? എവിടെ തുള്ളണമെന്നുള്ളത് വെളിച്ചപ്പാട് തീരുമാനിക്കും. പരിഹസിക്കരുത്. ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ഏത് ഭഗവതിയും ഓടി വരും. പിന്നാണോ ഒരു വെളിച്ചപ്പാട്? അത് ശരിയാ. അയ്യോ എന്റെ പശു, എന്റെ അന്തോണിസ് പുണ്യാളച്ച ചതിച്ചോ? പശു 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 ഒന്നര കൊമ്പി. എന്താ പാപ്പി ഇത്? 3000 കൊടുത്ത് വാങ്ങി എന്റെ പശു പോയി. അപ്പൊ നീ പശുവിനെ കെട്ടാണ്ടാ ഓടിയത്? അല്ല, പശുവിനോട് പൊക്കളാൻ പറഞ്ഞു. പശുവിനെ കെട്ടാൻ നടക്കണേ. വഴി ഉണ്ടാക്കാൻ കരയണ്ട. താൻ ഭഗവതിക്ക് ഒരു പ്രാർത്ഥന കൊടുക്ക. പശു താനേ വരും. ശരിയാ, പോയ പശു അതുപോലെ തിരിച്ചു റിവേഴ്സിന് വരും. ഓ, പോയ 3000ന്റെ കൂടെ എന്റെ ഒരു 10 ഉറുപ്പിക കൂടി വെളിച്ചപ്പാടിന് പോയിക്കോട്ടെ എന്ന്. നല്ല ബിസിനസ്സാ. എന്നാ താനിരുന്ന് കരേ. വരി നേരെ. അല്ല, എന്താ തന്റെ നിറം പോയിക്കോ അവിടുന്ന്. ഇനി അച്ഛൻ സുഖമായിട്ടൊന്ന് ഉറങ്ങ്. ക്ഷീണം മാറട്ടെ. ഞാൻ ഡോക്ടറെ വിളിക്കാം. എനിക്ക് കഷായം മതി. ഒടുക്കത്തെ ഒരു കഷായം. ഈ കഷായം കുടിച്ചു കുടിച്ചാ ജീവിതം തന്നെ കൈപ്പേറിയ ഒരു കഷായായി പോയത്. ഈ പൈക്കളും നായ്ക്കളും ഒരുപോലെയാണ്. രണ്ടും മണത്തില്ലല്ലോ. ആയിട്ടിങ്ങൾക്ക് അറിയാതെ അത് വളർന്ന സ്ഥലം അതായി ആചാര ദൗത്യത്തിലുണ്ടാവുന്നു. എവിടെയെങ്കിലും കെട്ടിയിട്ട് തട്ടാന്റെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു അല്ലേ? കയറ് വിട്ടതാ പറ്റിച്ചു. പോയാലെന്തായാലും പോയി. നീ കയറും വിട്ട്. പിന്നെ അതിനെ പറ്റി പറയട്ടെ. എന്താണ് നമുക്ക് ഫലം? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. എന്ത് കേക്കാൻ? പുറത്തു പോണ കാര്യം ഒഴിച്ച് എന്ത് വേണോ പറഞ്ഞോ, നമ്മള് കേക്കാം. ഞമ്മക്ക് രണ്ടുപേർക്കും കൂടെ എന്റെ ഇളയപ്പാന്റെ വീട് വരെ ഒന്ന് പോയിക്കൂടെ? അവിടെ നേർച്ചയില്ലേ? പിന്നാമ്പറത്തെ കുന്നിന്റെ മുകളിൽ പോയിരുന്നാൽ എന്ത് ഭംഗിയാ. മഴ പേണേന് മുന്നേ ആണേല് 2 മഴവില്ലും കാണാം. കൊന്നുകളെ ഞാൻ. അനക്ക് ഇവിടെ എന്താണ് ഒരു കുറവ്? അന്ന നമ്മൾ നല്ലോണം നോക്കണില്ലേ? തിന്നാൻ തരണില്ലേ? ഈ കാണുന്നതൊക്കെ അനക്കുള്ളതല്ലേ? പിന്നെ ഒന്നിച്ച് കയ്യും പിടിച്ച് നേർച്ചയ്ക്ക് പോയാലും മറ്റും നമ്മളെന്താ പ്രേമിക്കുക? അന്ന കെട്ടണേന് മുന്നേ 2 എണ്ണത്തിനെ നമ്മൾ കെട്ടി. ഉത്സവത്തിന് കൊണ്ടുപോയി, നേർച്ചയ്ക്ക് കൊണ്ടുപോയി, സിനിമയ്ക്ക് കൊണ്ടുപോയി. ഒടുവിൽ എന്തുണ്ടായി? 2 ഓരോ കള്ള നായിന്റെ മക്കളുടെ കൂടെ നമ്മൾ അറിയാണ്ട് ഒളിച്ചോടി പോയി. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഹലോ ഇന്റെ പുന്നാര മുത്തേ, അന്ന ഞമ്മക്ക് 1000 വട്ടം വിശ്വാസമാണ്. എന്നാലും ഒരു പേടി. അതുകൊണ്ട് അന്ന നമ്മൾ എവിടെയും കൊണ്ടുപോകില്ല. ഈ നാട്ടിലുള്ള ഒരു ഹവക്കും അന്നെ കാണാൻ നമ്മൾ സമ്മതിക്കല. അനക്ക് മയവില്ല് കാണണമെങ്കിൽ ഭയുണ്ട്. ഇങ്ങനെ തണ്ണി വായിലെടുത്ത് തുപ്പിയാ മതി. അതിന്റെ ഉള്ളിൽ കാണാം മയവില്ല്. 7 നിറത്തില്. പക്കെങ്കില് വെയില് വേണം. അമ്മോ, സൂക്ഷിക്കണം. പെണ്ണുങ്ങളെ ചിരിയേക്കുന്നുണ്ട്. ആചാര ബീവിനെ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ അയാളെ നമ്മളെ മയ്യത്താക്കും. മയ്യത്തായാലും ശരി, എനിക്ക് എന്റെ പശുവിനെ കിട്ടണം. എന്നാലൊരു കാര്യം ചെയ്യാം. ആചാരം നേരിട്ട് എന്ന് കാണാതെ നമുക്ക് നേരെ ആലോചിച്ച് നോക്കിയാൽ എന്താ? എന്നവാ, എനിക്ക് ആചാരം എന്തിനാ? പശുവിനെ കിട്ടിയാൽ മതി. ഇതിനകത്തില്ല. അയാളെ നമ്പാൻ പറ്റൂല. അയാൾ തോത്തിന്റെ പുറത്തും കെട്ടും. വാ പോയി നോക്കാം. തെപ്പറമ്പിലുണ്ടാവും. ഉണ്ടാവും. വേഗം കയറിക്കും. ആചാരം നോക്കാം. അയ്യോ
ചാടല്ലേ, ഇവിടെ ചാണകക്കുഴിയാണ്. ആരോ തൊടിയിൽ കടന്നിട്ടുണ്ട്. ഈ പട്ടാപ്പകല് നമ്മുടെ താടിന്റെ വീട്ടിൽ കള്ളന്മാരാ. അകത്തു പോ, ഈ അകത്തു പോ. എന്നെ അവർ കണ്ട ആരാണ്ടാ ചോദിക്കാണ്ട് തൊടി കടന്നത്? ഇത് പെണ്ണുങ്ങളുള്ള വീടാണെന്ന് അറിയില്ലേ? ഞാൻ ചെയ്താമാരാണ്ടത്. ആചാരെ എന്റെ 3000 പോയി. ആചാരെ ആ പശു കയറും കൊണ്ടോടി. ചാണകക്കുയിൽ ഏതായാലും ഇല്ല. അത് ഞങ്ങൾ നോക്കി. ആചാരം ഒന്ന് ചുറ്റും നോക്കി, അവിടെ എവിടെങ്കിലും ഉണ്ടാവും. ആ തട്ടാം ഭാസ്കരന്റെ അച്ഛൻ മരിച്ച് നിലവിളി കേട്ട് എല്ലാം മറന്ന് ഞാൻ ഓടിയത് ഒടുവിൽ ഇങ്ങനെ ആയല്ലോ കർത്താവേ. ചാവാങ്ങന്റെ നേരെ അവര് മയ്യത്തായ ഔവക്കർ പറഞ്ഞിട്ടാണ് നമ്മള് വിവരം അറിഞ്ഞത്. പടച്ചോ നിരീച്ച മനുഷ്യന് തടുക്കാൻ പറ്റില്ല മോനെ. ആൾക്കാരും വന്ന് തുടങ്ങില്ല അല്ലേ? എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു. സാധനം നന്ന്. എന്നാലും ഭാസ്കര, കൂലിത്തിരി കടുപ്പാ. 187 രൂപ. ഓ, പണിക്കരാശാൻ നിർബന്ധിച്ചാൽ ഞാൻ 1 രൂപ കുറയ്ക്കും. പക്ഷെ നിർബന്ധിക്കരുത്. ഒന്നാലോചിച്ച തന്റെ തൊഴിലാ നല്ലത്. സ്വർണ്ണ ഐശ്വര്യമുള്ള ലോഹ. ഇഷ്ടപ്പെട്ടോ? 187 രൂപയായി. നന്നായിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഈ ഡിസൈൻ പകരം ഇപ്പൊ ഇറങ്ങിയ ഒരു ഡിസൈൻ ഇല്ലേ, അത് മതിയായിരുന്നു. ഏത് ഡിസൈൻ? ദാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇങ്ങനെയല്ലേ? അതിന്റെ ഒരു ഏകദേശ രൂപം തന്നെയാ ഇത്. പിന്നെ ഇങ്ങനെ വട്ടത്തില് കുത്തുകുത്തായിട്ട് ഒരു ഡിസൈൻ ഉണ്ട്. അതാണ് ഇതിന്റെ സൈഡിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട്. അത് തമിഴ്നാട്ടുകാരുടെ ഡിസൈനാ. ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. വേണമെങ്കിൽ ഇങ്ങോട്ട് വരുത്താം. 5 ദിവസത്തെ പണിയേ ഉള്ളൂ. മതി മതി. വട്ടത്തിലും നീട്ടത്തിലും ഒന്നും ഇനി പണിയണ്ട. ഇത് മതി. നല്ല ഒന്നാന്തരം കമ്മല്. ഭാസ്കരൻ പോ, പൈസ ഞാൻ വീട്ടിലേക്ക് എത്തിക്കാം. ചായ കുടിച്ചിട്ട് പോവാട്ടോ. ഒരു ടോയും ഇല്ല. ചായ കുടിക്കാനൊന്നും അവന് നേരില്ല. ചാക്ക് കണക്കിനല്ലേ സ്വർണ്ണം ഉരുക്കാനും വളയ്ക്കാനും അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അല്ലേ പാക്കര? അങ്ങനെയൊന്നുമില്ല. കമ്മല് ശരിയായോ ഭാസ്കര? ശരിയായി. നോക്കട്ടെ. എന്റെ ഈ മാലയും കൂടെ ഒന്ന് ഉടച്ചു പണിയണം. അതൊന്നും ഇപ്പൊ വേണ്ട. സമയമാകുമ്പോ ഞാൻ പറയാം. ഉടച്ചു പണിയുന്നതിൽ നല്ലത് വേറൊന്ന് പണിയുന്നതാ. മാറ്റ് കുറയും. ഭാസ്കരൻ പറഞ്ഞതാ ശരി. മാറ്റ് കുറയ്ക്കണ്ട. എന്താ ഭാസ്കരനെ അറിയാഞ്ഞിട്ടാ. ഈ അമ്മയ്ക്കും മോൾക്കും സ്വർണം എന്ന് പറഞ്ഞാ വെകിളിയാ. കയ്യില് സ്വർണം, കാലില് സ്വർണം, മൂക്കില് സ്വർണം, വായില് സ്വർണം. ഇങ്ങനെ പോയാ അവസാനം ഇവര് എന്നെ ഒരുക്കി വെക്കും. ഭാസ്കരൻ പോ. അച്ഛൻ എന്ത് പണിയാ കാണിച്ചേ? ആ ഭാസ്കരേട്ടന് മുമ്പ് വെച്ച് അമ്മയോട് ഇങ്ങനൊന്നും പറയണ്ടായിരുന്നു. അവൻ തട്ടാനാ, നീ പണിക്കെത്തിയാ. ഈ പണിക്കര് നിന്റെ തന്തയാ. നീ മാനത്ത് കാണുമ്പോ ഞാനത് മനസ്സിൽ കാണും. കയ്യില് ഇങ്ങനെ 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 പടം വരച്ചിട്ടുള്ള കളിയുണ്ടല്ലോ, അത് ഈ തന്തയുടെ മുമ്പിൽ വെച്ച് വേണ്ട. വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് കഴുകിക്കളാ. വച്ചോണ്ടിരുന്ന ക്ലാവ് പിടിക്കും. ആണല്ലേ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ പറയാൻ? ഞാൻ ഒറ്റ തൊഴി വെച്ച് തരും. അമ്മയും മോളാ പറമ്പിൽ ചെന്ന് കിടക്കും. തൊഴിക്കാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടാവാതിരിക്കാനാ തൊഴിക്കുന്നത്. എന്താ മോളെ ഉണ്ടായേ? ഞാൻ ആ ഭാസ്കരേട്ടനോട് ഒന്ന് സംസാരിച്ചേനെ അച്ഛൻ. അത്രേ ഉള്ളൂ. എന്റെ മോള് സംസാരിച്ചു. അയൽവക്കക്കാരോട് സംസാരിച്ചോണ്ടേ ഇവിടെ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. എന്തു നല്ല ചേർച്ച. ഒരു ഞാത്തോടെ തീർപ്പിക്കണം.
ആരെങ്കിലും കാണണ്ടേ? രാത്രി കണ്ടാൽ കൂടുതൽ എളുപ്പമായി. നമ്മുടെ കല്യാണം വേഗം നടക്കും. അയ്യോ, അച്ഛന് ചെറിയ സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും സാരമില്ല. ഒരു ദിവസം നിന്റെ അച്ഛനെ ഞാൻ തട്ടിക്കോളാം. എന്താ അച്ഛാ? എന്താ? നീ വീഡിയോ വിളിക്കാറുണ്ടോടി? വീഡിയോ ഇല്ല. ഒന്ന് ഊതിയേ. ഏ? ഊതാൻ ഒട്ടും. എന്താ എന്താ ഇവിടെ ഈ ബഹളം? അച്ഛൻ ചോദിക്കുക ഞാൻ വീഡിയോ വലിക്കാറുണ്ടോന്ന്. ആ, അവളല്ല, ഞാനാ വലിക്കാറ്. ഇങ്ങോട്ട് വന്നേ. ആതിരാ നേരത്തെ ഒരു ബീഡി വലി കണ്ടുപിടുത്തം. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. കഴിഞ്ഞില്ല ഇതുവരെ. തുണി അലക്കലൊക്കെ പിന്നെ മതി. നീ ഒന്ന് വേഗം വന്നേ. ഓ, തൃപ്പൂണിത്തറയിലാ പയ്യൻ. മുത്തച്ഛന്മാരുടെ കാലത്തുള്ള സ്വർണ്ണപ്പണി മുറ തെറ്റാതെ കൊണ്ടുനടക്കുന്ന ഒരുത്തനാ. വിദ്യാഭ്യാസം ഉള്ളവനാ. അവളവിടെ? സാവിത്രി, ആ നനച്ചതൊക്കെ ഒന്ന് തോരാനിടൂ. കണ്ടാൽ ആരും ഇഷ്ടപ്പെടും. നമുക്ക് വഴിയുണ്ടാക്കാം. ഇവന്റതും ഒന്ന് ആലോചിക്കണം. ഇത് നിറച്ച് ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട്. നമുക്കൊന്ന് തപ്പാം. വേണ്ട, എനിക്ക് വേണ്ടത് ഞാൻ തന്നെ തപ്പിക്കോളാം. ഈ തൃപ്പൂണിത്തുറക്കാരനെ ഒന്ന് തപ്പ്. ഒരു സാമ്പിൾ നോക്കാലോ. സാവിത്രി, ഞാൻ കണ്ടുവരുന്നത് വല്ലതും ഉറപ്പിച്ചോ? ഈ ചേച്ചിക്ക് വട്ട. എങ്ങാണ്ടുള്ള ആരുടെങ്കിലും പേരും പറഞ്ഞ് 5ഓ 10ഓ വാങ്ങി അയാൾ ഇന്നും പോവും. അത്ര തന്നെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആക്കിയാൽ എന്താന്ന് ഭാസ്കരേട്ടൻ അമ്മയോട് ചോദിക്കുന്ന കേട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട കേട്ടോ, അത് ശരിയാവൂല. ആ, ഞാൻ വിളിച്ചത് ഇതറിയാനല്ല കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടോ കുറച്ചെടുക്കാൻ? അയ്യോ, ഒട്ടുമില്ല. ഒക്കെ ഇന്ന് പപ്പടം കാച്ചി തീർത്തു. മണ്ണെണ്ണ മതിയോ? ഇതിലെ ഒരു സ്വർണ്ണ ചുറ്റ്. ആ സ്വർണ്ണ ചുറ്റില് കുറെ സ്വർണ്ണ മണികള് അത്രേ വേണ്ടു. ചുരുങ്ങിയത് ഒരു പവനെങ്കിലും വേണ്ടി വരും വെളിച്ചപ്പാടെ. എന്റെ ഭഗവതി, ഒരു പവനോ? ഒരു മയത്തില് സ്വർണം പോലെ തോന്നിയാ മതിയടോ. ഭഗവതിയുടെ വാളാ. ഭഗവതിക്ക് എന്തിനാ സ്വർണം കെട്ടിയ വാള്? വെളിച്ചപ്പാടിന് ഒരു അന്തസ്സിന് കയ്യിൽ പിടിക്കാനല്ലേ? വെളിച്ചപ്പാട് ഒരു കാര്യം ചെയ്യും. ആ പണിക്കരോട് പറഞ്ഞ് ഇതൊരു പ്രാർത്ഥനയാക്ക്. ഒരു പവനൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. അതൊക്കെ ശരിയാ. പക്ഷെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ എളുപ്പത്തിൽ നടക്കുവോ? പണിക്കൊരു വലിയ പിശുക്കനാ. പക്ഷെ വെളിച്ചപ്പാടിനെ പണിക്കർക്ക് വലിയ വിശ്വാസം, അതെനിക്കറിയാം. ഒന്ന് ശ്രമിച്ചു നോക്കല്ലേ? നോക്കന്നെ. കയ്യിലുണ്ടായിട്ടല്ല, എനിക്ക് ഒരേ ഒരു മോളാ. അവൾക്ക് ഈശ്വരാധീനം ഉണ്ടാവാൻ 1 അല്ല 9 പവൻ ഞാൻ ഭഗവതിക്ക് കൊടുക്കും. 9 എന്ന് ഞാനൊരു ആവേശത്തിലങ്ങ് പറഞ്ഞതാ. അത് കാര്യാക്കണ്ട. ഇതിനൊരു ചുറ്റും പിന്നെ 4 മണിയും അത് ഞാൻ ഏറ്റു. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. അത് വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി ഭഗവതിയോട് അങ്ങ് പറയണം. ഇവളുടെ വിവാഹം ഈ നാട്ടുകാർ മുഴുവൻ അസൂയ കൊണ്ട് എരിവരി കൊള്ളും വിധം ഏറ്റവും ആർഭാടമായി ഏറ്റവും നേരത്തെ നടക്കണം. അതൊരു അതിമോഹമല്ലേ പണിക്കരെ? കല്യാണം നടന്നാ പോരെ? പോരാ, അതിമോഹം തന്നെയാ. പണിക്കര് പിശുക്കന, നാറിയ,
4 കാശ് ചെലവാക്കാൻ ഇഷ്ടക്കേടുള്ളവന് എന്നൊക്കെ പറയുന്ന ചില നാട്ടുപ്രമാണികളും ചില അയൽക്കാർ ഇവിടെ ഉണ്ട്. അവരൊക്കെ അത് കാണണം, അതെനിക്ക് നിർബന്ധം. എല്ലാം നടക്കും. പണിക്കര് പ്രാർത്ഥിച്ചോ? എന്റെ ഭഗവതി. പ്രച്ഛട പ്രച്ഛട സ്വാഹാ ദഹി ദഹി. മാനാരെ, ആ പൊള്ളാച്ചി ഭാഗത്ത് പശുക്കളുടെ അങ്ങാടി നിലവാരം എങ്ങനെയുണ്ടെന്ന് ആ തമിഴ് പേപ്പറിൽ ഒന്ന് നോക്കൂ. പണ്ട് ഞാനൊക്കെ വായിച്ചിരുന്നതാ. കച്ചവടം പൊളിഞ്ഞപ്പോ നിർത്തി. പൊള്ളാച്ചി ഭാഗത്തേ ഇല്ല, തക്കല തേങ്ങാപട്ടണം ഭാഗത്തുണ്ടോ? വേണോ? വേണ്ട 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 വേണ്ട. അവിടുത്തെ പശുക്കൾക്ക് ഒരു 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 മൂരി സ്വഭാവ. പരിപ്പാട് നാലഞ്ഞെടുത്തേ. എന്തിന്? തലപ്പന്ത് കളിക്കാനോ? എന്റെ വയറ്റിൽ പിടിക്കില്ല. ഞാൻ പണിക്കരുടെ അവിടെ നിന്ന് പ്രസാദവും പഴവും ഒക്കെ സുഖമായിട്ട് കഴിച്ചിട്ടാ വരണേ. ഇന്ന് പണിക്കരുടെ ഒരു പൂജ ഉണ്ടായിരുന്നു. നമ്മുടെ വെളിച്ചപ്പാട് കലക്കി ഉറഞ്ഞു തുള്ളി. തുള്ളും തുള്ളലിന്റെ കാര്യത്തിൽ നമ്മളെ വെളിച്ചപ്പാട് കവിച്ചേക്കാൻ ഭൂമിയിലൊരു മനുഷ്യൻ ജനിച്ചിട്ടില്ല. ആ വൃത്തിയില്ലാത്ത വർഗം, നാണക്കേട്, സദാചാരബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലിളിച്ച് കാട്ടി അരിയാട്ടുന്ന ചില കോന്തന്മാരുമാണ് ഈ നാടിന്റെ ശാപം. അടുത്ത പഞ്ചായത്ത് കൂടട്ടെ, ഇതുങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ച് ഓടിച്ച് ഇരുപച്ചാണം കലക്കി തളിച്ച് ശുദ്ധമാക്കണം. ഞാൻ ചെയ്യുന്ന ഓരോ പാപങ്ങളും ഭഗവതി കാണുന്നുണ്ടാവും. അവസാനം എല്ലാം കൂടി ചേർത്ത് കെട്ടി തിരിച്ച് ഇങ്ങോട്ടൊരു കണക്കിയോദിക്കലുണ്ടാവും. അന്ന് ഞാൻ ശരിക്കും ഉറയും എന്റെ ദേവയാനി. സത്യം പറ, ഇന്ന് നിങ്ങൾ ആ സ്നേഹലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? സ്നേഹലതയ്ക്കല്ല, സ്നേഹമില്ലാത്ത ലതയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇത് കലികാലമാണ്. അവളോട് നമ്മുടെ തട്ടാം ഭാസ്കരന് ഒരിത്തിരി സ്നേഹമുണ്ട്. അവര് തമ്മിൽ പ്രേമത്തിലാ. അതിന് പാര വെക്കാനാ പണിക്കരി കളി കളിച്ചത്. അതിന് ഞാൻ കൂട്ടി നിൽക്കാ വേണ്ടത്? ദൈവദോഷം ചെയ്യാത്ത ഒരൊറ്റ വെളിച്ചപ്പടേ ലോകത്തുള്ളൂ, അത് ഞാനാ. പിന്നെന്തിനാ നിങ്ങൾ ഉറഞ്ഞു തുള്ളി കൊളത്തി ചാടിയത്? അത് പിന്നെ തുള്ളി ഓടിയപ്പം വിചാരിച്ച പോലെ ബ്രേക്ക് ഇടാൻ പറ്റില്ല, അത്ര തന്നെ. അല്ല, മാധവൻ ചേട്ടനായിരുന്നോ? അതെ. ഇതെന്താ കയ്യില്? കുറച്ച് പരിപ്പുകടയാ, നിനക്ക് വേണ്ടി കൊണ്ടുവന്ന. വരൂ, എനിക്ക് വേഗം പോണം. തട്ടലിന്റെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഇതേതോ അത്യാവശ്യക്കാരനായിരിക്കും എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ വെളിച്ചപ്പാടിനെ കാണാൻ വേണ്ടി വന്നതാ. എന്താണാവോ? ഒരു പ്രാർത്ഥനയുടെ കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഏതായാലും നാളെ പറയാം. ഇന്നിപ്പോ ജീവനോട് മുമ്പിൽ വന്നിട്ട് ഇനി എന്തിനാ നാളത്തേക്കാക്കുന്നത്? അത് തൊട്ട് കയറി ഇരിതായരേ. നല്ല മഴക്കോളുണ്ട്, നമുക്ക് നാളെ ആവാം. ഗുഡ് നൈറ്റ്. ഒഴിവുണ്ടായിട്ടല്ല, പിന്നെ നിങ്ങളൊക്കെ വന്ന് വിളിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ഭാസ്കര? അത് കുറച്ച് ഉമി വേണമായിരുന്നു. ഉമിയോ? അത്രേ ഉള്ളൂ? സ്നേഹലതേ, ഭാസ്കരന് ഇത്തിരി ഉമി എടുത്തോണ്ട് കൂടെ മോളെ. തട്ടാമ്പണി ആയതുകൊണ്ട് ഭാസ്കരന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉമിക്കര് കാണൂല്ലേ? താങ്ക് യു.
അകത്തൊരു ചാക്ക നിറച്ച് ഉമ്മയുണ്ടല്ലോ, പിന്നെന്തിനാ അവിടെ ചെന്ന് വാങ്ങിയത്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. 16 കാരറ്റ് ഒരുക്കാൻ തരി നാടൻ നെല്ലിന്റെ ഉമ്മി വേണം, അറിയോ നിനക്ക്? വിളിച്ചപ്പാടെ എന്റെ ഭഗവതി. വാളിൽ സ്വർണം കെട്ടിക്കാനുള്ള ഉപായം പറഞ്ഞു തന്നത് ഞാൻ, എന്നിട്ട് പണിയിപ്പിച്ചത് വേറെ ആളെ കൊണ്ട്. നല്ല പരിപാടിയാണ്. അനാവശ്യം പറയരുത് ഭാസ്കര. ഭാസ്കരനെ കൊണ്ട് പണിക്കണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ പണിക്കര് പറഞ്ഞു വേണ്ടാന്ന്. മോടെ കല്യാണം നടക്കാൻ വേണ്ടിയായിരുന്നു വഴിപാട്. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചാ നടക്കും. ഈ ചുറ്റുപാടിൽ സ്നേഹലതയെ തനിക്ക് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. അയാളുടെ മനസ്സിൽ മറ്റെന്തോ പദ്ധതികളൊക്കെ ഉണ്ട്. ചില ആലോചനകൾ അവിടെ നടക്കുന്നുണ്ടെന്നാ എന്റെ അറിവ്. കല്യാണം വേറെ തീരുമാനിച്ചിട്ടൊന്നുമില്ലല്ലോ. തീരുമാനിക്കാൻ നിൽക്കുന്ന എന്തിനാണോ? ഇതൊന്നും അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അന്യോന്യം ഇഷ്ടമാണെങ്കിൽ ഇങ്ങ് വിളിച്ചിറക്കി പോരെ. ഞങ്ങളൊക്കെ ഇല്ലയോ നാട്ടിൽ. പക്ഷെ ചെന്ന് വിളിച്ചാൽ അവളിറങ്ങി പോരണം, ഇല്ലെങ്കിൽ നാറും. ഒരു വെളിച്ചപ്പാട് തുള്ളിയൊന്നും കേട്ട് എന്നോടെന്തിനാ മുഖം വീർപ്പിക്കുന്നേ? എന്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറയാം. സ്നേഹലതയെ വേറൊരാള് കല്യാണം കഴിക്കുന്നത് എനിക്ക് സഹിക്കില്ല. ഭാസ്കരേട്ടന്റെ കൂടെ എവിടെ വേണമെങ്കിലും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനു മുമ്പ് സാവിത്രിയുടെ കല്യാണം കഴിയണം. പെങ്ങളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി വന്നത് അത് തെറ്റല്ലേ? എന്തായാലും നമ്മുടെ കല്യാണം നേരെ ചൊവ്വേ നടക്കാൻ പോണില്ല. അതെനിക്ക് നല്ല ഉറപ്പാ. പിന്നെ എന്ത് ചെയ്യും? ഒരു കുറുക്കുവഴിയുണ്ട്. എന്ത് വഴി? വഴി ഇത്തിരി തെറ്റായ വഴിയാ. എന്നാലും അതിന് അതിൻ്റെതായ ഒരു അന്തസ് കാണിച്ചാൽ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഭാസ്കരേട്ടൻ തന്നെയാ നാണക്കേട്. നീ കാര്യം പറ. അത്ര വലിയ ചങ്കറപ്പുള്ള ആളാണെങ്കിൽ ഒരു താലിമാല ഉണ്ടാക്കി എന്റെ കഴുത്തിലിട്ടോ. പിന്നാരും എന്നെ കൊണ്ടുപോയില്ലല്ലോ. സത്യാണോ നീ പറയുന്നത്? ഒരു നല്ല മാല ഉണ്ടാക്കി എന്റെ കഴുത്തിലിട്. അത് കാണുമ്പോ അച്ഛനും അമ്മയും അത്ഭുതപ്പെടണം. ആദ്യം കുറെ തല്ലും ചവിട്ടൊക്കെ ഉണ്ടാവും. അത് സാരമില്ല, ഞാൻ സഹിച്ചോളാം. പോരെ? നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സ്നേഹലത. ഓ, എത്ര വാശിയുണ്ടെങ്കിലും സ്വർണ്ണമെന്ന് കേൾക്കുമ്പോ അച്ഛന്റെ അമ്മയുടെ എതിർപ്പ് നിൽക്കും. അതിനും പോരുന്നൊരു മാലയായിരിക്കണം കേട്ടോ. ഒരു താലിമാലക്ക് എന്താ, ഒരു പവൻ പോരെ? അത് ഞാൻ തരാം. മതി, ധാരാളം മതി. ഒരു പവനും കൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് ചെന്നാലേ അച്ഛൻ അത് ഒറ്റ നോട്ടത്തിൽ ഉരുക്കും. കാര്യം നടക്കണമെങ്കിൽ ഭാസ്കരേട്ടൻ കുറച്ച് ചെലവ് ചെയ്തേ പറ്റൂ. ചുരുങ്ങിയത് 10 പവനെങ്കിലും വേണം. 10 പവനോ? 10 പവന് പണാത്ര വരും അറിയോ സ്നേഹലതയ്ക്ക്? ആ, എന്നാ നമുക്ക് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കാം. ഇതൊന്നും നടക്കാൻ പോണില്ല. നമ്മൾ കല്യാണം കഴിക്കാനും പോണില്ല. അച്ഛന്റെ മുമ്പില് ഭാസ്കരേട്ടനെ ഒരു വലിയ ആളാക്കാനായിരുന്നു ഞാൻ മോഹിച്ചത്. കല്യാണം കഴിഞ്ഞ അങ്ങോട്ട് തന്നെയല്ലേ ചേരുന്നത്, പിന്നെന്താ? അല്ല, നീ പറഞ്ഞത് നേരാ. ഉണ്ടാക്കാൻ സാധിക്കാഞ്ഞിട്ടൊന്നുമല്ല, കുറച്ചു കാലത്തേക്കുള്ള ഒരു ഇടപാടല്ലേ. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും സംഗതി നടക്കുന്നുള്ളതിന് എന്താണ് ഒരു ഉറപ്പ്? ഉറപ്പോ? മാല എവിടെ നടന്നു വെച്ചാൽ ഭാസ്കരേട്ടൻ തന്നാണെന്ന് ഞാൻ പറയും. അത്ര തന്നെ. പോട്ടെ, അതൊന്നും സാരമില്ല. നടക്കാത്ത കാര്യത്തിന് എന്തിനാ നമ്മൾ വെറുതെ വാശി പിടിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുമില്ല, ഭാസ്കരേട്ടൻ കേട്ടിട്ടുമില്ല. അതല്ല, നീ പറയുകയും ചെയ്തു, ഞാൻ കേൾക്കുകയും ചെയ്തു. 10 പവനല്ലേ? ഞാൻ നോക്കാം. ഞാൻ വിചാരിച്ച നടക്കും. 10 പവനേക്കാളും വലുത് എനിക്ക് നീയാ. മോളി ചൂട്ടൊന്ന് കുത്തി കെട്ടി. ഏട്ടനും വരായിരുന്നില്ലേ പുലിക്കളി കാണാൻ? എത്ര പുലികളായിരുന്നു? ഇവിടെ അതിനേക്കാളൊക്കെ വലിയൊരു പുലിയാ ഈ നെരിപ്പോടില്. എന്താ? ഒരു മാല. 10 പവനാ മോളെ. ഇത് തീർന്നാൽ ഇവിടെ ഒരു ഭൂമി കുലുക്കം ഉണ്ടാവും. ആ കുലുക്കത്തില് ഈ നാട്ടിലെ ആളുകളും ശരിക്കൊന്ന് കുലുങ്ങും. ഏട്ടനും കുലുങ്ങോ? ഞാനല്ലേ കുലുക്കുന്നത്. ഭഗവതി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണേ ത്രയംബകേ ഗൗരി നാരായണ അമ്മേ അമ്മേ ഭദ്രേ ഭഗവതി.
സംഗതി സീരിയസ് ആവാൻ പോവാ. സ്നേഹലതയെ ഞാൻ വിളിച്ചിറക്കും. വെളിച്ചപ്പാടന്റെ പിന്നിലുണ്ടാകുമെന്ന് ഉറപ്പാണോ? അവള് വരും ഉറപ്പാണോ? ഉറപ്പാണോന്നോ? പണിക്കര് കൊണ്ടുവന്ന് മുന്നിൽ നിർത്തും, എന്നിട്ട് രക്ഷിക്കാൻ പറയും. ഞാനും പണ്ട് ഒരുത്തിയെ ഇങ്ങനെ വിളിച്ചതാ. വിളിച്ചവൾ ഇറങ്ങി വരാത്തത് കൊണ്ടാ ഞാൻ വെറും ഒരു വെളിച്ചപ്പാടായത്. ആ ഗതി നിനക്കുണ്ടാവരുത്. നേരാവണ്ണം വരാനുള്ള ഒരു വഴി ഞാൻ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചപ്പാടെ, ഞാനും ഒരാണാ. അതൊക്കെ മോശല്ലേ? സംഗതി ഏകദേശം കെട്ടിയോ? ആ, കെട്ടിക്കൊണ്ടിരിക്കുന്നു. കൂടെ നിന്നോളണം. ഏറ്റു മോനെ, ഏറ്റു. ഞാൻ ഇപ്പോഴേ ഉറയണോ? പറ. 10 പവൻ. ഒരു പണത്തൂക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എങ്ങനെയുണ്ട്? അറിയാൻ വേണ്ടി മാത്രം പറയാ. സാവിത്രിക്ക് വേണ്ടി കരുതിയ സ്വർണം വരെ ഞാനിതിൽ ഉരുക്കി ഒഴിച്ചു. നിനക്കും എനിക്കും വേണ്ടിയല്ലേ. നീ എന്റെ ഭാര്യയായിട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക സാവിത്രിക്കായിരിക്കും. വെട്ടിത്തരട്ടെ? വേണ്ടായിരുന്നു. ഞാൻ കാരണം ഇപ്പോ നീ കാരണം തന്നെയാ. നീ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ആരെ സ്നേഹിക്കുമായിരുന്നു? ഭർത്താവിന്റെ അസുഖം വേഗം മാറും. എന്താ പോരെ? മരണം പലതവണ വരും. വന്നാലും വന്ന പോലെ പോവും. എന്നാലും എവിടെയോ ഒരു അപകടം കാണുന്നു. മൂത്ത മകന്റെ മേലെ ഒരു കണ്ണുണ്ടാവുന്നത് നന്ന്. ഭയപ്പെടണ്ട, ഞാൻ കാവലുണ്ട്. എന്താ പോരെ? ദക്ഷിണ വയ്ക്കുക. ജടിക്കുന്ന നല്ല നോട്ട് വയ്ക്കുക. ഇനി 10ന്റെ ഉള്ളു. 10 10. അതും ഇതും ചോദിച്ചിനിപ്പോ കുഞ്ഞിനെ വേദനിപ്പിക്കണ്ട. അവൾ എന്നോട് എല്ലാം പറഞ്ഞു. ശംഭോ മഹാദേവ നാരായണ. ഇതിപ്പോ ഇത്ര വലിയ ആന കാര്യമൊന്നും അല്ല. എന്റെ മോക്ക് അവനൊരു സമ്മാനം കൊടുത്തെന്നല്ലേ ഉള്ളൂ. ചേടാ വെച്ച് നേട്ടിപ്പോ അവൾ എങ്ങനെയാ വേണ്ടാന്ന് പറയാ? വേറെ ആരും അറിയോ കാണുവോ ഒന്നും ചെയ്തില്ലല്ലോ മോളെ? ഇല്ലമ്മേ. ആ, അത് മതി. അവൻ അല്ലെങ്കിലും നല്ലവനാ, എനിക്കറിയാം. അവന്റെ നല്ല മനസ്സിന്റെ ഒരു ഗുണം കണ്ടില്ലേ? 10 പവനെന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് അന്തിച്ചു പോയി. പിന്നൊരു ധൈര്യത്തിനങ്ങ് വാങ്ങിയെന്നേ ഉള്ളൂ. എനിക്കൊന്നും ഓർമ്മയില്ല അച്ഛാ. ഇതൊക്കെ ഒരു സഹോദര സ്നേഹമാണെന്ന് കരുതിയാ മതി. സഹോദരനാവാൻ ഒരേ വയറ്റിന്ന് തന്നെ വീഴണമെന്നൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഓ, എന്തിന്? 10 പവൻ കൃത്യമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ അവൻ സഹോദര സ്നേഹമുള്ള ദാനശീലനായ ഒരു തട്ടാന. ഒരു കൈ വാങ്ങുന്നത് മറു കൈ അറിയരുതെന്ന പ്രമാണം. അതുകൊണ്ട് ഇവളിത് വാങ്ങിയത് ഇവള് പോലും അറിഞ്ഞിട്ടില്ല. എന്താ? ഭാഗീരഥിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു 17-18 വയസ്സ് പ്രായമുള്ളപ്പോ നമ്മുടെ ആ വാര്യത്തെ സൗദാമിനിയോട് എനിക്കും തോന്നി ഇതുപോലൊരു സഹോദര സ്നേഹം. ആ സ്നേഹത്തിന്റെ പുറത്ത് ആ കുട്ടിക്ക് ഞാൻ ചെറിയൊരു സമ്മാനം കൊടുത്തു. ആളുകൾ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത്. സഹോദര സ്നേഹമായിരുന്നു എന്ന് നമുക്കല്ലേ അറിയായിരുന്നു. ചിരിക്കല്ലടി. അവനിത് തന്നൂന്നും വെച്ച് ഇനി നീ ശൃംഗരിക്കാൻ വേലിക്കോട്ട് ചെന്ന അരിഞ്ഞ് ഞാൻ തോട്ടിലെറിയും. അയൽവക്കത്തൊരു തട്ടാനുള്ളത് പണിക്കന്മാർക്ക് ഒരു ഐശ്വര്യാണെന്ന് കരുതിയാ മതി. വല്ലാത്തൊരു ചവിട്ടു കാപ്പ. തിരിച്ചങ്ങോട്ട് ചവിട്ടാൻ ഒരു വയ്യും കാണില്ലല്ലോ പടച്ചോനെ. എന്താ മാധവൻ നായരെ? വരിക, ഇരിക്ക. ഒരു ചായയും
ഒന്ന് രണ്ട് പഴവും. ആ, നൃത്തം പൊടിക്കണ്ടല്ലോ അവക്കറേ. ആ കുറേ കൂടി കഴിയുമ്പോ ഇവിടെ മുഴുവൻ തവിട് കൂടിയാവും. പൊടിയേറ്റടോ, പെണ്ണുങ്ങളുടെ ചവിട്ട് കൊണ്ട് പൊടിയുന്നത് ഒരു സുഖല്ലേ? എന്താ പണിക്കിരുന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കടോ? എന്റെ ജീവിതത്തില് പ്രധാനമായും 2 ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒന്ന്, എന്റെ മോള് സ്നേഹലതയെ ഒരു ഗൾഫുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. അത് ഏതാണ്ട് ഒത്തു വന്നിട്ടുണ്ട്. മറ്റൊന്ന്, എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവൾക്കൊരു 10 പവന്റെ മാല പണിയിച്ചു കൊടുക്കുക. ഒരു കൂട്ടി വെച്ചതൊക്കെ എടുത്ത് അതും ഞാൻ അങ്ങ് ഒപ്പിച്ചു. എങ്ങനെയുണ്ട്? അസലായിട്ട് 10 പവനാ. ഓഹോ, നേരോ നോക്കട്ടെ. എന്നാലേ ഒരു 15ന്റെ മതിപ്പുണ്ട് ഇല്ല ഭാസ്കര? വളരെ കാലായിടോ അവൾ ഒരു മാല വേണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ. ചെലവൊന്നും ഞാൻ നോക്കിയില്ല. പണിക്കൊരു കലക്കി. ഈ സ്നേഹമുള്ളത് എന്താന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് താനാ. നല്ല പണി, സമ്മതിച്ച്. തന്നെ കൊണ്ട് പണിയിക്കണമെന്നാ വിചാരിച്ചിരുന്നത്. അതിനിടയില ഭാഗീരഥയുടെ ഒരു സ്വന്തക്കാരി വീട്ടിൽ വന്നു. അവരുടെ അയൽവക്കത്ത് നല്ല തങ്കം പോലത്തെ ഒരു തട്ടാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സ്നേഹലത പറഞ്ഞു അവൻ മതി. അവൾക്കൊരു ആലോചന വന്നിട്ടുണ്ടേ. ഞാൻ അതിന്റെ തിടുക്കത്തിലാ. ആ താനൊന്ന് വന്നേ, ഒരു കാര്യമുണ്ട്. എനിക്കിടോ വരിക. സംഗതി ഗൾഫാ. നടക്കുകയാണെങ്കിൽ അങ്ങ് നടക്കട്ടെ. ഗൾഫ് അവൾക്കും താല്പര്യ. 2-4 ദിവസത്തിനകം അവരിങ്ങ് കാണാൻ വരും. താൻ ഒരു ഉപകാരം ചെയ്യണം. അവര് വരുന്ന ദിവസം തന്റെ വീട്ടിൽ നിന്ന് 2 ചെമ്പ് പാത്രങ്ങളും അവിടെയുള്ള ആ പിച്ചളക്കിണ്ടിയും 2 കസേരയും വായ്പ തരണം. നമ്മുടെ ഭാഗത്തുനിന്ന് കാണിക്കാൻ എന്തെങ്കിലും വേണ്ടേ? 10 പവന്റെ മാല കാണിച്ചോണ്ടൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യമില്ലടോ. താൻ എന്റെ വലങ്കൈയായി നിൽക്കണം. അവൻ ഗൾഫാ. അവിടെ തട്ടാമാർക്ക് നല്ല ചാൻസാ. തന്റെ കാര്യം അവള് നോക്കിക്കോളും. അത് ഞാൻ ഏറ്റു. എന്താ പറ്റി? എന്താ ഭാസ്കര? ഇത് അപസ്മാരാണെന്നാ തോന്നുന്നത്. എന്താ ഉണ്ടായത്? സാരമില്ല, ഒരു ചെറിയ തലയിട്ടില്ല. ടീച്ചർ പോയി തുള്ളിക്കോളി, ഇത് നമ്മളായിക്കോളാം. കിടന്നോളൂ, എണീറ്റ വീഴും. അല്ല, എണീറ്റിരിക്കട്ടെ, ഇത്തിരി കാറ്റ് കൊള്ളട്ടെ. ഇതിങ്ങനെ എപ്പോഴും ഉണ്ടാകാറുണ്ടോ? ഞാനിത് ആദ്യമായിട്ട് കാണുക. ആ പണിക്കർ ഏതാണ്ട് പറഞ്ഞിട്ട് പോണേം കണ്ടു, ഭാസ്കരൻ വീടും കണ്ടു. ഇപ്പൊ തലയിട്ടിലുണ്ടോ ഭാസ്കര? ഇതെന്ത് ജോലിയാണ് നായരെ? തലറ്റെണ്ട് ഇങ്ങനെ കുത്തിരിക്കോ? അപ്പം മുകൂലേ? എടി, അവൻ ചാടി. നീ ഇപ്പൊ ചാടി. സ്നേഹലതേ, സ്നേഹലതേ, എന്താ വെച്ചാ? അവൻ ചാടി. ചാടി. അവനെ കയ്യോടെ പിടിച്ച് ആളെ വിളിച്ചു കൂട്ടി ശല്യം തീർക്കണം. 4 കൊല തേങ്ങ ഞാൻ വെട്ടിയിട്ടുണ്ട്. അതും കാണിച്ച് തേങ്ങ കളനാക്കാം. ആരാടാ അത്? ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ. ഒലക്ക പണ്ടം കണ്ട് നിങ്ങൾ വേലയാടിയത് സ്വപ്നം കണ്ടു കാണും. അതായി ഉറക്കപ്പിച്ച് പറയുന്നത്.
അവൻ ചാടുന്ന ശബ്ദം കേട്ടാ എനിക്കറിയില്ലേ? ഈ അർദ്ധരാത്രി മനുഷ്യനെ കൊണ്ട് വേഷം കെട്ടിക്കാൻ നിങ്ങൾക്ക് ഭ്രാന്താ. വാ മോളെ. നിക്ക്, ഞാനുണ്ട്. മോള് വാതിലടച്ചു കിടന്ന് ഉറങ്ങിക്കോ. ഇനി എന്ത് ശബ്ദം കേട്ടാലും തുറക്കാൻ നിൽക്കണ്ട. അടച്ചോ. അവൻ ഇങ്ങോട്ട് ചാടിയപ്പോ വല്ല വേലിപ്പത്തല്ല എന്നാ കുരുങ്ങിയോ? കുരുങ്ങിയാ കുരുങ്ങട്ടെ. നിങ്ങൾ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒരു മനുഷ്യൻ. സ്വർണം കിട്ടിയപ്പോ നിന്റെ തന്തക്കും തള്ളക്കും കണ്ണ് മഞ്ഞൾ ചൊല്ലടി. നിന്റെ തന്ത വിഷാണെങ്കിൽ ഞാൻ അതിനേക്കാൾ വലിയ വിഷ. ഭാസ്കരേട്ടാ, ഞാൻ ഒന്നും പറയണ്ട. എനിക്കിപ്പോ നിന്നെ വേണമെങ്കിൽ കൊല്ലാം, നശിപ്പിക്കാം. പക്ഷെ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി. നിനക്ക് ഒരവസരം കൂടി ഞാൻ തരാം. നാളെ എല്ലാവരും കാണേ ഞാൻ നിന്നെ വിളിക്കാൻ വരും. അപ്പോ എന്റെ കൂടെ എന്റെ ഭാര്യയായിട്ട് നീ ഇറങ്ങി വന്നോളണം. വരണം. എന്റെ ഈശ്വര, ഞാൻ എന്താ ഈ കേക്കണത്? നീ ഏത് പെണ്ണിനെ കെട്ടിയാലും ഇവിടെ ആർക്കും ഒരു വിരോധമല്ല. പെണ്ണേതെന്ന് പറയടാ. വെളിച്ചപ്പാടാണ് എന്റെ മോനെ കൊണ്ട് ഈ കോല കെട്ടിക്കുന്നത്. ഞാനോ? എന്റെ ഭഗവതി, സ്വകാര്യത്തിൽ പോരെ, ആളെ കൂട്ടണോ ഭാസ്കര? നിങ്ങളിങ്ങനെ 24 മണിക്കൂർ മരിച്ച പോലെ കിടന്നു. നമ്മുടെ മോൻ ഭാസ്കരനെ ഏതൊരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ പോണെന്ന്. ഏട്ടന് എന്നോടെങ്കിലും പറഞ്ഞൂടെ ആരാ ആള്? പറഞ്ഞാൽ നിനക്ക് എന്നോട് ദേഷ്യം തോന്നും. ഒരു ദേഷ്യം തോന്നൂല. സ്നേഹലത ചേച്ചിയാണോ? ആന്തരിയായിട്ട് ആകെ ഉള്ളത് തൊന്ന. അവനെ ഈ കടുങ്കൈ ചെയ്യാൻ പോണത്. എല്ലാവരും കൂടി എന്നെ അങ്ങോട്ട് കൊന്നോ, അതാ ഇതിന് നല്ലത്. എന്താടാ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എന്നിട്ട് അനുഗ്രഹിക്കണം. ഇതെന്റെ അഭിമാനത്തിന്റെയും കൂടി പ്രശ്നമായി പോയി. കളിച്ച് കളിച്ച് എന്റെ മുറ്റത്ത് വന്നിട്ടാണോടാ നിന്റെ കളി? അന്തസ്സായിട്ടാടാ ഞാനും എന്റെ കുടുംബവും കഴിയുന്നത്. അല്ലാതെ നിന്നെ പോലെ നാട്ടുകാരെ പറ്റിച്ചും കണ്ടവരെ സ്വർണം മോഷ്ടിച്ചു അല്ല. സൂക്ഷിച്ച് സംസാരിക്കണം. തട്ടാന്മാർക്ക് ഒരു സത്യമുണ്ട്. അത് വിട്ടിട്ട് തട്ടാൻ ഗോപാലന്റെ മോൻ ഇന്നുവരെ ജീവിച്ചിട്ടില്ല. എന്റെ ഭഗവതി, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കീരിയും പാമ്പും പോലെ നിൽക്കുന്നത് ശരിയല്ല. പണിക്കൊരു മോളെ വിളിച്ച് ചോദിക്കാൻ വിവരം അറിയാലോ. നിർത്ത്, വെളിച്ചപ്പാട് നിന്നെ എവിടെ തുള്ളുന്നത്? ഇതെന്റെ കുടുംബ പ്രശ്ന. ഇത് ഞാൻ നോക്കിക്കോളാം. ആ തുള്ളാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഈ നാട്ടിന്റെ വെളിച്ചപ്പാടാ. ഏട്ടനിങ്ങ വാ, വഴക്കുണ്ടാക്കണ്ട. അച്ഛനും മോളും എന്നോട് കള്ളക്കളി കളിക്കണ്ട. ഒന്നുകിൽ അവളോട് വാക്ക് പാലിക്കാൻ പറ, അല്ലെങ്കിൽ എന്റെ മാല തിരിച്ചു തരാൻ പറ. മാലയോ? ഏത് മാല? ഞാൻ കൊടുത്ത 10 പവന്റെ മാല. അവൾ ആവശ്യപ്പെട്ട് അവൾക്ക് വേണ്ടി എന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത മാല. അയ്യോ, നീ ആണാണെങ്കിൽ ആ മാല വാങ്ങിച്ചോണ്ട് വാട ഭാസ്കര. മാലയാ? അവൻ എന്റെ മോൾക്ക് ഒലക്കേ കൊടുത്ത്. അവളെ ഈ വയറ്റിലാ ജനിച്ചത്. നിന്റെ വയറ് പറഞ്ഞ വീതി പണിക്കരെ എന്താ ഗോപാലേട്ടാ?
എന്താ പണിക്കരെ ഈ ബഹളമൊക്കെ? നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കല്ലേ. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കും. അവര് തമ്മിൽ മുഹബത്തിലാണെങ്കിൽ സംഗതി വിളിച്ച് ചോദിക്ക്, അപ്പൊ അറിയാല്ലേ. അതെ, അവളെ വിളിക്ക്. എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി അവള് പറയട്ടെ ഞാൻ അവൾക്ക് മാല കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്ന് വിളിக்க പഠിക്കരുത്, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കല്ലേ. നിങ്ങൾ എന്താണ് വെറുതെ വേദന? ഓളെ വിളിക്കേ. വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിന്റെ തീരുമാനത്തിന് ഇവിടെ വിലയുണ്ട്. ഓളെ വിളിക്കാണ്ട് ഈ കേസ് തീരൂല. ആരും ബഹളം വയ്ക്കണ്ട. സത്യം എന്താന്ന് വെച്ചാ പറമോളെ. നീ പറയുന്നത് മാത്രമേ ഞങ്ങൾ നാട്ടുകാർ വിശ്വസിക്കൂ. എനിക്കിവിടെ ആരും ഒന്നും ദാനം തന്നിട്ടില്ല. ആ പേരും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരും വേണ്ട. അങ്ങോട്ട് മാറിക്ക്. തൃപ്തിയായില്ല എല്ലാവർക്കും? ഞങ്ങളും മനുഷ്യരാ, ഞങ്ങളും പിഴച്ചോട്ടെ. എന്റെ നെഞ്ചത്താണ് നീ കുത്തിയത്. 10 പവൻ എനിക്ക് പുല്ലാടി. സ്വർണം കണ്ടപ്പോ കണ്ണു മഞ്ഞളിച്ച് നിന്റെ മോളെ എനിക്ക് വേണ്ട. എല്ലാം കണ്ടോണ്ട് മേലെ ഒരാളുടെ ഓർത്തോ അനുഭവിക്കും. മോനിത് കുടിക്കും. പോയതൊക്കെ പോട്ടെ, നീ അതൊക്കെ മനസ്സിൽ നികള മോനെ. ആ കള്ളക്കൂട്ടങ്ങളെ കൈപ്പെടാതെ എന്റെ മോൻ രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. അവർക്ക് അതിനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളൂ. ഏട്ടന് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ സ്വർണം മുഴുവൻ എടുത്ത് വിറ്റോ, ഒന്നും സാരമാക്കണ്ട. അത് നമുക്കൊന്നും തരില്ലടാ, പെണ്ണുങ്ങൾക്കല്ലേ കൊടുക്കുള്ളൂ. ടൂറിസ്റ്റുകാർ വന്നത് ഗൾഫാ. ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ഈ മാസം തന്നെ കല്യാണം നടത്തുമെന്നാ കേട്ടത്. കൂട്ടടോ മറന്നുകളാ, പോയ 10 പകരം തനിക്ക് 15 പവൻ ഇനിയും ഉണ്ടാക്കിക്കൂടെ? അതല്ല വെളിച്ചപ്പാടെ, നിങ്ങൾ നോക്കിക്കോ. എത്തി എത്തി അങ്ങ് എത്തുമ്പോ അവസാനം തട്ടാനൊരു തട്ട് തട്ടും. ഇനി തട്ടാനും മുട്ടാനും ഒന്നും നിക്കണ്ട ഭാസ്കര, അബദ്ധമാവും. നിന്റെ വഴി അല്പം വളഞ്ഞുപോയി. നീ കാണിച്ച് വിവരക്കേട് കാണിച്ചാൽ ഏത് വെണ്ണം പറ്റിക്കും. മൂപ്പരെ ഇങ്ങോട്ടൊന്ന് വിളിക്ക, അവരെന്തെങ്കിലും കാര്യമായിട്ട് സംസാരിക്കട്ടെ. ഇപ്പോഴത്തെ കാലമല്ലേ. വിളിക്കാം. ഇതൊക്കെ ഓരോ യോഗാണെന്ന് കരുതിയാ മതി. വരുന്നു കേട്ടോ. നീ അവിടെ നിൽക്ക്, ഞങ്ങളൊരു കാര്യം പറയട്ടെ. വിളിച്ചു. കല്യാണം കഴിഞ്ഞ പവിത്രൻ അവളെ ദുബായിക്ക് കൊണ്ടുപോകില്ലേ? ദുബായ് അല്ല, ഖത്തർ. അവിടെ സ്വന്തം വീട് കെട്ടിക്കൊടുത്തിരിക്കല്ലേ അറബി. എനിക്ക് ആകെ ഒരു മോളാ. അവള് പൂന്നറിയുമ്പോ ഇത്തിരി വിഷമുണ്ട്. എന്നാലും പോയിക്കോട്ടെ. ഈ നാടും ഇവിടുത്തെ ചില നാട്ടുകാരും അത്ര ശരിയല്ല, അതല്ലേ പറയണ്ടു. ഉള്ള പണം കൊണ്ട് ഞാൻ അവൾക്കൊരു മാല ഉണ്ടാക്കി കൊടുത്തു. അതിന് വരെ ഇവിടെ കണ്ണുകടിയാ. അല്ല, ഈ പവിത്രന് അച്ഛനും അമ്മയൊന്നും ഇല്ലേ? അവന്റെ 17ാമത്തെ വയസ്സില് ഒരു തോണി മറിഞ്ഞ് അവരൊക്കെ മരിക്കാനുണ്ടായത്. അതേതായാലും നന്നായി. ലതയെ കാണാനാ ഞാൻ വന്നത്. കണ്ടു, ചായ കുടിച്ചു.
ചായ നന്നായിട്ടുണ്ട്. അത് അമ്മ ഇട്ടത്. ഇത് കുടിച്ചപ്പോഴേ തോന്നി അവൾക്കും ആ കൈപ്പുണ്യം കാണുമല്ലോ. എനിക്ക് സ്വന്തം എന്ന് പറയാൻ പോലെ ആരുമില്ല. വലിയ പേരെടുത്ത് മരിച്ച ഒരു ജോത്സ്യനാണ് എൻ്റെ അച്ഛൻ. ലത കേട്ട് കാണും, കൊല്ലൂർ രാഘവ പണിക്കർ. ലതയെ പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടുമെന്ന് അച്ഛൻ രാശി വെച്ച് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ തന്നെ എൻ്റെ കൂടെ വരുന്നോ അതോ കുറച്ചു ദിവസം കാക്കുന്നോ? ഏട്ടനെ ഞാൻ അമ്പലത്തിലൊക്കെ തിരക്കി. എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കണേ? ആ കല്യാണം നടന്നു വെച്ച് ഏട്ട ഇനി അബദ്ധമൊന്നും കാണിച്ചേക്കരുത്. എനിക്ക് ഈ മൂക്കുത്തിയോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു. സത്യം പറഞ്ഞാ ഇവിടെ ഒന്നും വേണ്ടതാ. പക്ഷെ മൂക്ക് കുത്തിത്തരാൻ എൻ്റെ സ്വർണത്തിന്റെ സൂചിയൊന്നുമില്ല. സ്വർണത്തിന്റെ സൂചി കിട്ടാനേ തട്ടാനെ കെട്ടണം. ഞാൻ വെറൊരു പണിക്കരാ. ഇതെന്താ ഈ വാളും പരിചയ കഴുത്തി തൂക്കിയിരിക്കുന്നത്? എന്റെ നെഞ്ചു പോയി. നിന്റെ കഴുത്ത് വേദനയാവുന്നില്ലേ? നിന്റെ വെയിറ്റ് കണ്ടില്ലേ? ഇത് എത്ര പോനാ? 10. 10? അച്ഛൻ തന്നതാ. അച്ഛന് മോളോട് വലിയ സ്നേഹമാണല്ലോ. പിന്നെ കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ആ സ്നേഹത്തിന് കുറവൊന്നും വരുത്തണ്ട. വേണ്ടതൊക്കെ അച്ഛനോട് ഇനിയും ചോദിച്ചു വാങ്ങിച്ചോളൂ. തൽക്കാലം ഇതൊക്കെ ഒന്ന് അഴിച്ചു വെക്ക്. എനിക്ക് ഈ സാധനം ദേഹത്ത് തൊടുന്ന ഇഷ്ടമല്ല. സ്വർണ്ണ ഇഷ്ടമല്ല? അത് ചീത്തയാ. എന്നാലും ഇത് ഞാൻ അഴിച്ചു വെക്കില്ല. അവള് ചെയ്തത് എന്തായാലും തെറ്റാ. അതും ഭാസ്കരനോട്. ഒന്നാലോചിച്ചാ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. 10 പവൻ ഒരുക്കി പണിത് കൊടുക്കാൻ ഭാസ്കരൻ അവളെ മാത്രമേ കിട്ടിയുള്ളൂ. വേറെ എത്ര പെണ്ണുങ്ങളുണ്ട് ഈ നാട്ടില്? 10 മാറ്റുള്ള പെണ്ണ അവള്. അതുകൊണ്ടാ ഭാസ്കരൻ അവളെ സ്നേഹിച്ചതും സ്വർണം കൊണ്ട് മൂടിയതും അല്ല. എന്നിട്ട് ആ ഒറ്റ കാരണം കൊണ്ട് അവൾ എന്നെ കൊണ്ട് നിച്ചാരായം കുടിപ്പിച്ചു. എഴുന്നേക്ക്. എന്നെ പിടിക്കണ്ട വെളിച്ചപ്പാടെ, ഞാൻ വീഴൂല. എന്റെ മനസ്സിന്റെ സങ്കടം സഹിക്കാൻ പറ്റാത്തോണ്ടാ ഞാനിന്ന് കുടിച്ചത്. എന്റെ ഭഗവതി, ഒരു പെണ്ണ് ചതിച്ചു വെച്ച് ചാരായം കുടിക്കേണ്ട ഗതികേട് വരുന്ന കഷ്ടമല്ലേ ഭാസ്കര? നീ തോറ്റു കൊടുക്കാൻ പാടുണ്ടോ? പോയ 10 പവന്റെ പിന്നാലെ നിന്റെ ജീവിതവും പോവൂലേ? പോയാ പോട്ടെന്റെ വെളിച്ചപ്പാടെ. ഇന്ന് എന്റെ മധുവിധുവാ. മധു എന്ന് പറഞ്ഞ ചാരായം, വിധു എന്ന് പറഞ്ഞ രാത്രി. അതായത് ചാരായ രാത്രി. നിന്നെ മലയാളം പഠിപ്പിച്ച മാഷ എനിക്കൊന്ന് കാണണം. എടാ പണിക്കരെ, കള്ളപ്പണിക്കരെ, ചെറ്റ പണിക്കരെ, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. എടാ ഭാസ്കരനെ തനിക്ക് ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ലടാ. ഭഗവതി, ഇറങ്ങി വാ. വിഷമിക്കാനൊന്നുമില്ല. മോള് 2 തൊട്ടി വെള്ളം കോരി തലയിൽ ഒഴിച്ചു കൊടുക്ക്. ആദ്യമായിട്ട് കുടിച്ചതിന്റെയാ.
ഏട്ടൻ വാ. എന്തിനാ എന്നെ മഴയെ തിരുത്തിയിരിക്കുന്നത്? എന്റെ മോന് ആ ദുഷ്ടത്തി കൈവശം കൊടുത്തതാ. ഏട്ടൻ കിടന്നു. പോയത് പോട്ടടാ, നീ ഇനി കുടിക്കരുത്. മോൻ എത്രയാ കുടിച്ചത്? 500 മില്ലി. വേണമെന്ന് വെച്ചിട്ടല്ല അച്ഛാ. അമ്മ അറിയാതെ ഒരു 200 എനിക്കും വാങ്ങിത്തരായിരുന്നു. അത് നീ ചെയ്തില്ല. എടുത്തോളൂ. വായിച്ചവര് വായിക്കാത്തവർക്ക് കൊടുക്കണം. എത്രയും പ്രിയപ്പെട്ട മാധവൻ നായർ, നമ്മുടെ ഈ അതിമനോഹരമായ ഗ്രാമത്തിൽ ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നു. എന്താ? നമ്മുടെ തട്ടാൻ ഭാസ്കരൻ ഒരു ഉഗ്രൻ സ്വർണ്ണപ്പീടിക തുറക്കാൻ പോകുന്നു. വളകൾ, മാലകൾ, കമ്മലുകൾ എന്നിവ അതിമനോഹരമായി പണിയുന്നതിന് സമീപിക്കുക തട്ടാൻ ഭാസ്കരൻ സൺസ് സ്വർണ്ണക്കനി. ഏൻ സൺസോ? കല്യാണം കഴിക്കാത്ത ഭാസ്കരനെ എവിടുന്ന ഏൻ സൺസ്? അത് ഹാജിയാർ സ്റ്റൈലിന് വേണ്ടിട്ടതാ. അപ്പൊ ഈ സ്വർണ്ണ ഖനി തന്നെ കുടിച്ചെടുക്കണ്ടോ? അതും ഹാജിയാരുടെ വകയാ. സുഹൃത്തുക്കളെ, ഈ ഗ്രാമത്തിൽ ജനങ്ങളുടെ അഭിലാഷം ഇതാ പൂവണിയാൻ പോകുന്നു. ടീച്ചറെ, ഉദ്ഘാടനം തട്ടാൻ ഭാസ്കരൻ ആൻഡ് സൺസ് സ്വർണ്ണക്കനി. അമ്മമാരെ, സഹോദരിമാരെ, എല്ലാവരും സമ്മേളിക്കുക. രണ്ട് തലൊപ്പേരിക്കണം. വരൂ വരൂ ഭാസ്കര. നിക്കൂ. ദക്ഷിണ ദക്ഷിണ. എന്താ ആക്രാന്തം കാണിക്കണേ? നാളികേരം കാണാത്ത നല്ലൊരു കഷ്ടം. മോളെ, അലാറടിച്ചു. അച്ഛന് പോയി കഷായം എടുത്തു കൊടുക്കും. അച്ഛാ, 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 അച്ഛാ. അമ്മേ, അച്ഛൻ വിളിച്ചിട്ട് മിണ്ടണില്ല. അയ്യോ, മരിക്ക ജീവിക്ക എന്ത് പണി ആയിക്കോട്ടെ, ഇനി എന്നെ പറ്റിക്കാൻ പറ്റില്ല. ആകെ 2 ആടേ ഉള്ളൂ. നടക്ക്. എന്റെ മുത്ത്. തെയ്യും തത്ത തെയ്യും താഹ 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 തെയ്യും ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ദൈവം എന്നെ ശിക്ഷിക്കില്ല. പായേരം പറയാണ്ട് പറിച്ചിട്ടൂറ വയ്ക്കാരാ. ഇന്നെന്നെങ്കിൽ എല്ലാത്തിനും പുകച്ചു പുറത്തിയായിരിക്കും ഞാൻ. ഒരു ഡാൻസ്.
കുട്ടികളെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. ഇത് അനീതിയാണ്, അധർമ്മമാണ്. തലയ്ക്ക് മുകളിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ഒരു കുട്ടിയാണ്, അതും പെൺകുട്ടി. അവളുടെ മുമ്പിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നത് വലിയൊരു ജീവിതമാണ്. നീണ്ടു കിടക്കല്ലേ? അങ്ങനെ നീണ്ടു നിവർന്ന ഒരു വഴി കൂടിയാണ് എന്റെ പശു എന്ന് ഓടിപ്പോയത്. എനിക്ക് ആരോട് സ്നേഹമില്ല. സത്യത്തിനും ധർമ്മത്തിനും ഈ ചായക്കടയിൽ യാതൊരു സ്ഥാനമില്ലെന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലായി. ശരിയാണ്, ഇവിടെ കുറ്റനും പരിപ്പാർക്കും തന്നെ സ്ഥാനമുള്ളൂ. കൃഷ്ണ ഗുരുവായൂരപ്പാ, ഈ കൂട്ടത്തിൽ ഞാനില്ലെന്ന് മാത്രം നീ മനസ്സിലാക്കുക. മയത്തിൽ വീശാൻ ഇടുന്നു. ഇതിലെങ്കിലും ടീച്ചർ ഒന്ന് നാട് വിട്ടിട്ടേക്കാണെങ്കിൽ എന്റെ വക മമ്പറം പള്ളിക്കൽക്ക് ഒരു നേർച്ച ഉണ്ട്. ടീച്ചർക്ക് വേണ്ടി വാദിച്ച സത്യസന്ധനായ ഒരേ ഒരു നാട്ടുപ്രമാണിയാണ് ഞാൻ. ആ എന്റെ തലയിലും തീർത്ഥം തെളിച്ചത്ര ശരിയായില്ല. സോറി. വളരെ കഷ്ടപ്പെട്ടിട്ടാ ഞാനിവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങിയത്. ജീവിക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. എനിക്ക് ആ കെട്ടിടം ഒന്ന് നന്നാക്കി തരണം. അല്ലോ, ചെലവിന്റെ കാര്യം മാത്രം പറയല്ലേ ടീച്ചറെ. മനസ്സറിഞ്ഞൊന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. കുട്ടികൾ ചോട് വെക്കുമ്പോഴേക്കും ആ അവക്കർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ഓ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞമ്മക്കറിയാം. മയ്യത്താകാത്ത മനുഷ്യൻ മയ്യത്തായി എന്ന് പറഞ്ഞുണ്ടാക്കിയവനാണ് ഓൻ. ഓനെ ഞമ്മക്ക് അവിടുന്ന് പോയിപ്പിക്കാം. എന്താ? അത് വേണ്ട. ആളൊരു സാധുവാ. അത് ശരി. അപ്പൊ ടീച്ചർ ഓന്റെ ഭാഗത്താണല്ലേ? എന്തേ ഇടയ്ക്കിടയ്ക്ക് വല്ല ഉയർന്നൂടെ വരുമ്പോടെ ഓശാരം തരാറുണ്ടാ? അത് നമ്മുടെ ബീവി കൽമേഴിക്ക് നമ്മളെ അകത്തോട്ട് വിളിക്കാനുള്ള ഒരു കാളിങ് ബെല്ലാണ്. പുറത്ത് ആര് വന്നാലും ഓള് പുറത്തോട്ട് വരില്ല. അത്രയ്ക്ക് നാണമാണ്. ഏതാ ടീച്ചർ? അത് തറവാട്ടി പറഞ്ഞ ഒരു ടീച്ചറാടി. ഈ കരുതും പോലെ ഒന്നും അല്ല. ഞമ്മക്ക് നിങ്ങളെ ഉള്ളൂ. നിങ്ങളെ വേറൊരു പെണ്ണ് കാണണത് ഞമ്മക്ക് സഹിക്കൂല. കളിയും ചിരിയും പറഞ്ഞ് നിങ്ങൾ ആരുടെങ്കിലും കൂടെ ഇറങ്ങിപ്പോയാ ഞാനിതാ ഈ ഉത്തരത്തിൽ തൂങ്ങും. ഹലോ പൊന്നെ, ചതിക്കല്ലേ. ഭാഗീരഥി, എന്തേ? ആ, ഇത്ര പെട്ടെന്ന് വന്നോ? പെട്ടെന്ന് വന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം. ഓ, ചാത്തുക്കുട്ടിയുടെ പ്രശ്നം വെക്കാൻ പോയപ്പോ ഞാൻ സ്നേഹലതയുടെ അവിടെ ഒന്ന് കേറി. എന്നിട്ട് എന്താ? എന്നിട്ട് അവിടെ ചെന്നപ്പോ അവള് പറഞ്ഞു, ആ തോർത്ത് നിർത്തേ. എന്നിട്ട് എന്താ സ്നേഹലത പറഞ്ഞത്? പിടിച്ചേ. ഏതായാലും അതിലെ പോകാൻ തോന്നിയത് നന്നായി. അപ്പോ എന്താ പറഞ്ഞത്? അപ്പോ അവള് പറയാനേ, അടുത്ത എന്താ പറഞ്ഞെന്ന്? അത് തന്നെയാ പറഞ്ഞത്. സ്നേഹലത പറഞ്ഞത് എന്താന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എടീ, നമ്മുടെ പവിത്രം ഗൾഫീന്ന് വരുന്നു. മോളെ സ്നേഹലതേ, ദേ പവിത്രം വന്നു. മോളെ ദാ വരുന്നടി. ഇന്നലെ വരുമെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയായിരുന്നു. എല്ലാ വണ്ടിയിലും നോക്കി. നീ എന്താ മോനെ അങ്ങ് കോലം കെട്ടു പോയല്ലോ? ഏതായാലും വന്നല്ലോ, മനസമാധാനായി. മനസമാധാനായ സ്ഥിതിക്ക് ഇനി ഒരു കാര്യം കൂടി പറയാം. അപ്പൊ കുറെ കൂടി സന്തോഷാവും. ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല. തമാശയല്ല, എനിക്ക് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി. എന്റെ വിസ റദ്ദ് ചെയ്തു. ഞാനവിടെ 2 മാസം ജയിലിലുമായിരുന്നു. ഈ പെട്ടിയങ്ങ് അകത്തുകൊണ്ട് വെക്കാം, ഇല്ലെങ്കിൽ ആരെങ്കിലും കണ്ടാ വല്ലതൊക്കെ ചോദിച്ചോണ്ട് വരും.
അതിനകത്തൊന്നുമില്ല. എന്റെ കുറെ മുഷിഞ്ഞ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. നീ കുറച്ച് വെള്ളം ചൂടാക്കി കുടിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ ഇവൻ ഖത്തറിലേക്കാന്നും പറഞ്ഞിട്ട് പോയത് നേരെ ജയിലിലേക്ക്? ആ തട്ടാഞ്ചക്കൻ അവിടെ നിപ്പുണ്ട്. നമ്മളോട് വല്ലതും ചോദിച്ചാൽ ഒന്നും മിണ്ടരുത് കേട്ടോ. ആ മരുമോൻ ഗൾഫിൽ നിന്ന് വന്നു. ഓടി പൂരായിരുന്നു വീട്ടില്. അതുകൊണ്ട് ഇന്നലെ തിരിക്കാൻ പറ്റിയില്ല. ഇവിടെ എങ്ങനെയാ, മഴയൊക്കെ ഉണ്ടോ? മോനെ, ഈ കൊടയെടുത്ത് ആ കാരണവർക്ക് ചൂടാൻ കൊടുക്ക്. ഈ മാതിരി വിത്തൊന്നും നനയാൻ പാടില്ല. ആ എന്തൊക്കെയുണ്ട് പണിക്കരെ? പവിത്രം വന്നോ? അവൻ ഒരു ദിവസം വൈകിയാ വന്നത്. ഈ എയർ കണ്ടീഷനിലൊക്കെ ഇരുന്ന് ശീലിച്ച ആളല്ലേ. എയർ കണ്ടീഷനുള്ള കമ്പാർട്ട്മെന്റ് ആ ഒരു വണ്ടിക്കുള്ളൂ ഇത്രേ. അത് നേരാ. എന്റെ നാട് വിട്ടു പോയ പഴയ പശു തൃക്കണ്ടാപുരത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ലേ? ഇങ്ങോട്ട് തിരിച്ചു വന്നത് ആ വണ്ടിയിലാ. വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് കൂടണം. നമ്മുടെ നാട്ടിലെ ഒരേ ഒരു ഗൾഫാ. ഇനി ഇപ്പൊ എപ്പോഴും കൂടാം. അവൻ ഇനി പോണില്ല. അവള് പോവണ്ടെന്ന് പറഞ്ഞു. അവൻ അത് കേട്ടു. അത് ഞങ്ങള് സമ്മതിച്ചു അല്ലേ? ഇവിടെ ലോറിയുടെ ബിസിനസ് തുടങ്ങാനാ പ്ലാൻ. ഒരു 10-12 ലോറി വാങ്ങണം എന്നൊക്കെ പറയണ കേട്ടു. ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. കുട്ടികളല്ലേ, അവർക്ക് തോന്നണത് ചെയ്യട്ടെ. 12 ലോറിയോ? ഇയാളിപ്പോ നിൽക്കണത് ഭൂമിയിലോ സ്വർഗത്തിലോ? ഒരു പക്ഷെ പശു എന്നൊറ്റവും പറഞ്ഞ് കേട്ടത് തെറ്റിതാവും. ഒരു പ്രാവശ്യം റദ്ദ് ചെയ്താ വിസ പിന്നെ രണ്ടാമതും കിട്ടൂലേ? എന്താ, നിനക്ക് പോണോ? എപ്പോഴാ മോളുടെ കാതുകുത്ത്? അച്ഛൻ ദിവസം നോക്കിയോ? നല്ല ദിവസം നോക്കാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആവുമ്പോ സൗകര്യമായിട്ട് കാതുകുത്താലോ. അതേതായാലും വേണ്ട. നല്ല ദിവസമായാലും ചീത്ത ദിവസമായാലും കാതുകുത്ത് ഇവിടെ വെച്ച് മതി. ഇവിടത്തെ തട്ടാനേ വരാൻ പറഞ്ഞിട്ടുണ്ട്. പ്രായമുള്ള ആളാ. ഇനി അങ്ങോട്ട് കെട്ടിയെടുക്കൊന്നും വേണ്ട, ഇവിടെ മതി. ഓ ഓ ഓ ഓ. മോളുടെ കാതുകുത്തിന് വരാൻ നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കാതുകുത്തിന് അവിടെയായിരുന്നു സൗകര്യം. അത് വേണ്ട, ഇതല്ലേ നമ്മുടെ വീട്, ഇവിടെ വെച്ച് മതി. കാത് കുത്തുമ്പോ മോള് ചെറുതായി കരയും. അത് ഈ ചൂരുകളൊക്കെ കേൾക്കണം. വേണമെങ്കിൽ നമുക്ക് നിന്റെ കാത് ഒന്നുകൂടി കുത്താം. ഓരോ 15 പവന്റെ കമ്മല് വാങ്ങിയിടാലോ. എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടെ? ജയിലിൽ പോയാൽ എനിക്ക് വിഷമമില്ലെന്നാ വിചാരിച്ചേ? വിസ പോയെങ്കിൽ പോട്ടെ, ഇനി പോണ്ട. ഏട്ടൻ പറഞ്ഞല്ലോ നമുക്കൊരു ലോറി വാങ്ങാം. ആ വാങ്ങാം. ലോറി ആവുമ്പോ ഓടിക്കാൻ ഞാൻ തന്നെ മതിയല്ലോ. അവിടെ ചേരുന്നത് അത് തന്നെയല്ലേ? അവിടെ ഡ്രൈവറായിരുന്നു. അതായിരുന്നു പിന്നെ ഒരു അന്തസ്സുണ്ടായിരുന്നു. ആ പാപ്പിയോ എവിടെയായിരുന്നോ 2 ദിവസമായിട്ട്? നീലേശ്വരത്തെ ആളില്ലാത്തൊരു പശു വന്നു പെട്ടെന്ന് അറിഞ്ഞു. ചെന്ന് നോക്കിയപ്പോ നമ്മുടെ അല്ല, ഒരു പുള്ളി പശു. അതുകൊണ്ടൊന്നും കാര്യമില്ലടോ പാപ്പി. ഞാൻ പറയട്ടെ, താൻ ആ പശുവിന്റെ നാളും പേരും പറഞ്ഞ് പണിക്കരെ കൊണ്ടൊരു കബഡി വയ്പ്പിക്കാം. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. ഒന്ന് ഉറഞ്ഞു കിട്ടിയാ മതി. പശു എവിടെ ഉണ്ടെന്ന് ഭഗവതി പറയും. ഏറിപ്പോയാ പാപ്പിക്ക് ഒരു 15 രൂപ ചെലവ് വരും. നമ്മുടെ പവിത്രനല്ലേ അത്? അതെ. അവനെന്താ ഭാസ്കരന്റെ കടയുടെ മുമ്പില്? എന്തേ, എന്താ വേണ്ടേ? ആ തട്ടാം ഭാസ്കരനെ കണ്ടോ? ഓന്ന് കട പറഞ്ഞില്ല, ടൗണിൽ പോയിട്ടുണ്ടാവും. ആ ഭാസ്കരൻ അതാ വരണേ. ഭാസ്കരനെ അതാ.
ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും. കത്തിക്കുത്ത് ഉറപ്പാ, ഇന്ന് ചോര തെറിക്കും. എന്റെ ഭഗവതി. നമ്മൾ ഇടപെടണോ? ഇപ്പൊ ഇടപെടണ്ട. ഭാര്യമാർക്ക് പഴയ ലോഹിക്കാരുണ്ടായാൽ ഇതല്ല, ഇതിനപ്പുറം നടക്കും. ശരിയാണ്. അതുകൊണ്ടല്ല, എനിക്ക് അത്യാവശ്യം തീർത്തു കൊടുക്കേണ്ട ഒരുപാട് ജോലികളുണ്ട്. കാറുണ്ട്, ഇതിൽ തന്നെ തിരിച്ചുകൊണ്ട് വിടാം. കുഞ്ഞിന്റെ കാതുകുത്തിന് ഇതിനേക്കാൾ നല്ല സമയം അടുത്തൊന്നുമില്ല. ഏൽപ്പിച്ചിരുന്ന തട്ടാൻ സുഖമില്ലാതെ വന്നുകൊണ്ടായി പ്രശ്നം മുഴുവൻ ഉണ്ടായത്. സമയം തെറ്റുന്നില്ല, എനിക്ക് വിഷമമുണ്ട്. ഭാസ്കർ ഈ കാര്യത്തിൽ എന്നെ സഹായിച്ചേ പറ്റൂ, പ്ലീസ്. ശരി, ഒരു കുഞ്ഞിന്റെ പ്രശ്നമായി പോയില്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ തട്ടാന്മാരെയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു പ്രശ്നമില്ല. വാ ഭാസ്കരൻ വണ്ടി കയറ്, വാന്ന് കയറ്. പിടിച്ചോണ്ട് പോയി, ഇനി രക്ഷയില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള റബ്ബ്. എന്താണ് വെളിച്ചപ്പാട് ഒരു മാർഗം? ഭഗവതിക്ക് ഒരു പൂജ. പൂജയൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ പോയി ഹാജിയാരോട് വിവരം പറയാം. അതാണ് നല്ലേ. വരി, ഒന്ന് ശ്രദ്ധിക്കണേ. ഓരോരോ വലിയ മണ്ടി പീടിയിൽ നിൽക്കാൻ നേരല്ല. അള്ളന്റെ വെളിച്ചപ്പാട് നിക്കി. ചോദിക്കാതെ പൊരെ കയറിയാൽ ആദ്യം നമ്മളെ കാച്ചിക്കാളൂ. എന്റെ ഭഗവതി, ഒരു അത്യാവശ്യ കാര്യം പറയാനല്ലേ. നമ്മളെന്താ കൽമയത്താത്തനോട് വിഴുങ്ങോ? ഈ കാര്യത്തിൽ പേടിക്കാനില്ല. വിളിക്ക വിളിച്ചപ്പാടെ. ഹാജരേ അജാർ അജയരേ, ഹാജരേ അജാർ അജയരേ, ഹാജരേ. അജാർ. അജയരേ. ഓരിവിടെ അല്ലേ, എല്ലാരും വേഗം പൊക്കോളി. അള്ളന്റെ മോനെ ബാപ്പിയെ ഓടിക്കോ. അവക്ക് പറഞ്ഞ് ശരിയാ, വിട്ടോ വിട്ടോ. കൊണ്ടായിരുന്നു മോനെ. അജയരേ, ഒന്ന് നിക്കണേ, ഒരു കാര്യം പറയട്ടെ. സംഗതി ഒക്കെ കൊയഞ്ഞ അജയരേ. തട്ടാൻ ഭാസ്കരൻ കാറില് ഇല്ലാത്ത സമയത്ത് പെരെ കയറാങ്ങളുടെ സമയത്ത് പെരല് വരണ്ടാത്. വരൂ. ഇരിക്കൂ. ഇതെന്റെ ഭാര്യയുടെ അച്ഛനാ, അറിയാലോ. നന്നായി അറിയാം. ഞാൻ അയൽപക്കത്തെ തട്ടാനല്ലേ. മുഹൂർത്തം തെറ്റാതെ പെട്ടെന്ന് തുടങ്ങാം, എനിക്കും വേഗം പോവാലോ. ശരി. സൂചിക്ക് തുരുമ്പൊന്നും കാണില്ലല്ലോ. സ്വർണത്തിനും തട്ടാനും എവിടുന്നാ പണിക്കരെ തുരുമ്പ് പിടിക്കുക? ചില മനുഷ്യന്മാർക്ക് തുരുമ്പ് പിടിക്കും, പക്ഷേ സ്വർണത്തിന് തുരുമ്പ് പിടിക്കില്ല. വിഡ്ഢിത്തം പറയാതിരിക്കൂ. വേണ്ടെന്ന് പറഞ്ഞില്ലേ, കുഞ്ഞിന് ഞാൻ തരില്ല. അയാള് കാത് കുത്തണ്ട. എന്നെ വെറുതെ ദേഷ്യം പിടിക്കരുത്, സമയം തെറ്റും. പഞ്ചാംഗം നോക്കിയാ ഇനിയും നല്ല നാള് കാണില്ലേ പവിത്ര? നിനക്ക് ഇവനല്ലാണ്ട് വേറെ ആരും കിട്ടിയില്ലേ പവിത്ര? അയാൾക്ക് എന്താ ഒരു കുഴപ്പം? ഇനി ആരും ഒന്നും പറയണ്ട, ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിക്കാൻ പോവാ. എടി, കുഞ്ഞിനെ കൊണ്ട് അപ്പുറത്തേക്ക് വാ. എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഓ, കുഞ്ഞിനെ മടിയിൽ വെച്ച് ഇവിടെ ഇരുന്നോളൂ. കുഞ്ഞിനെ ചന്ദനം തൊടുവിക്കണം. ഓ, കുഞ്ഞിനെ തടി. എന്നെ നോക്കി പഠിപ്പിക്കൊന്നും വേണ്ട, ഞാൻ കുഞ്ഞിനെ തരില്ല. ഈ തട്ടാൻ എന്റെ മോളുടെ കാത് കുത്തണ്ട. ഇയാള് കാത് കുത്തിയിട്ട് എത്ര കുട്ടിയൊക്കെ കാത് പഴുത്തിരിക്കുന്നറിയോ? ഞാൻ സമ്മതിക്കില്ല. എന്തിനാ ഇവനെ പറയുന്നത്? ഇവന്റെ അച്ഛനല്ലേ നിന്റെ കാത് കുത്തിയത്? 10 ദിവസമാ പനിച്ചു കിടന്നത്. പരമ്പരാഗതമായിട്ട് ഐശ്വര്യമില്ലാത്ത തട്ടാന്മാരാ ഇവര്. മോൻ ഇവള് പറയുന്നത് കേക്ക്. കുഞ്ഞിന് എന്തെങ്കിലും വന്നാ തള്ളക്കല്ലേ കൂടുതൽ വിഷമം ഉണ്ടാവുക. ഏതായാലും വിളിച്ചുകൊണ്ടുവന്ന സ്ഥിതിക്ക് വല്ല 5 or 10 കൊടുത്ത് പറഞ്ഞയക്കി. ഇതിലും നല്ല മുഹൂർത്തം ഇനിയും വരും. ഞാൻ നോക്കി പറയാം. നിങ്ങൾ എന്നെ നാട്ടിച്ചേ അടങ്ങുള്ളൂ അല്ലേ? ആരെന്ത് പറഞ്ഞാലും ശരി, ഇവിടെ ഇപ്പൊ ഞാൻ പറയുന്നത് നടക്കൂ. ഭാസ്കരൻ നിൽക്ക്. അവരങ്ങനെയൊക്കെ പറയും, വിവരമില്ലാത്തോണ്ടല്ലേ. ഭാസ്കരൻ വേണ്ട, സാരമില്ല. ഭാസ്കര, ഞാനല്ലേ വിളിക്കുന്നത്.
അവർക്ക് വേണ്ടി ഭാസ്കരനോട് ഞാൻ മാപ്പി ചോദിക്കാം. നിങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നിങ്ങളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. ഞാൻ കാതുകുത്തുന്ന ഇഷ്ടമില്ലെങ്കിലും അവരത് പറഞ്ഞാൽ മതിയായിരുന്നു. അവര് പറഞ്ഞതൊക്കെ നുണയാ. ഞാൻ കാതുകുത്തിയിട്ട് ഇന്ന് വരെ ഒരു കുഞ്ഞിന്റെയും കാത് പഴുത്തിട്ടില്ല. കുഞ്ഞുങ്ങളുടെ കാതിൽ സൂചി കൊണ്ട് കുത്തുമ്പോ വേദനിക്കുന്നത് തട്ടാന്റെ നെഞ്ചില, ചോര പൊടിയുന്നത് അവന്റെ മനസ്സിലാ. അതവർക്കറിയില്ല. ഇതെന്താ ഒരുക്കുന്നത്? എന്റെ മനസ്സ്. ടീച്ചർ എന്താ വന്നത്? അല്ല, എന്റെ ഈ കാതിന് ഭയങ്കര വേദന. വേദന വന്നാ പിന്നെ കമ്മലിട്ട സ്ഥലത്ത് നീര് വരും. അതിനു മുമ്പ് ഇതൊന്ന് അഴിച്ചെടുക്കാന്ന് വെച്ചപ്പോ തൊടാൻ വയ്യ. ഇതൊന്ന് അഴിച്ചു തരുമോ? അങ്ങനെ നീരൊന്നും ആയിട്ടില്ല. നേരത്തെ ഇടുമ്പോ പിരി തെറ്റിട്ടുണ്ടാവും. ഇനി എന്താ വേണ്ടേ? അല്ല, ഇനിയിപ്പോ വേദന മാറാതെ ഈ കമ്മലിടാൻ പറ്റില്ല. ചെറുപ്പത്തിൽ കമ്മലില്ലാത്തപ്പോ അമ്മ തുളസിക്കമ്പ് പൊട്ടിച്ച് കാതിലിട്ട് തരാറുണ്ട്. അതാ ഇതിനേക്കാൾ നല്ലതെന്ന് തോന്നുന്നു. പിന്നെ തുളസി മരുന്നല്ലേ ടീച്ചറെ? അതെ, ഏതായാലും കുറെ നാളത്തേക്ക് ഇതിടാൻ പറ്റില്ലല്ലോ. പിന്നെന്തിനാ വെറുതെ കൈ വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഇതൊന്ന് വിറ്റ് തന്നാൽ. അല്ല, വെറുതെ വെക്കുന്നതിനേക്കാൾ ഭേദമല്ലെന്ന് വിചാരിച്ചിട്ടാ. ടീച്ചർക്ക് പണത്തിന് ആവശ്യമുണ്ടല്ലേ? എത്ര വേണ്ടി വരും? ഇതിന് എന്താ കിട്ടുമെന്ന് വെച്ചാൽ, അച്ഛൻ അസുഖം കൂടുതലാണെന്ന് എഴുത്തു വന്നിരുന്നു. പ്രഷറിന്റെയാ. നാട്ടുവൈദ്യം നിർത്തി ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കണം. മരുന്നിനൊക്കെ ഇപ്പോ സ്വർണത്തിനേക്കാൾ വിലയാ. ടീച്ചർക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയില്ല. താഴെ 2 അനിയന്മാരുണ്ട്. 2 ആളും സ്കൂളിൽ പഠിക്കുക. സത്യം പറഞ്ഞ എന്റെ വരുമാനം കൊണ്ടാ കുടുംബം കഴിയുന്നത്. കുട്ടികളിൽ നിന്ന് കിട്ടുന്നതിന്റെ പകുതിയോളം ഇവിടെ താമസിക്കുന്ന വീട്ടിൽ കൊടുക്കണം. ബാക്കിയൊക്കെ അങ്ങോട്ട് അയക്കും. ഞാനിതൊന്നും വാങ്ങാറില്ല. മാത്രമല്ല ടീച്ചർക്ക് ആവശ്യമുള്ള അത്ര പണമൊന്നും എൻ്റെ കയ്യിൽ കാണില്ല. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഒരു പെൺകുട്ടി വളരെ സന്തോഷമായിട്ട് കാതിലിട്ടിരുന്ന കമ്മലാണ് ഇത്. നമ്മൾ വാങ്ങണത് ശരിയല്ല. അവർക്ക് പണത്തിന് അത്യാവശ്യമുണ്ട് ആചാര്യ. അച്ഛന് സുഖമില്ലാത്രേ. ഇങ്ങനെയുള്ള സമയത്തൊക്കെ അല്ലേ നമ്മൾ സഹായിക്കേണ്ടത്? സഹായിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞ ഈ കമ്മല് ഞമ്മക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത്? പിടിക്ക്, പിടിക്ക്. ഇതും പിടിക്ക്. ഇത് 500 ഉറുപ്പികയുണ്ട്. ഇത് ഓക്ക് കൊണ്ട് കൊടുക്ക്. പിന്നെ ഇത് ഏത് വകയിലാണ് കൊള്ളിക്കേണ്ടത് എന്നറിയോ? കടായിട്ട് മതി. ടീച്ചർ തന്നില്ലെങ്കിൽ ഹാജിയാരുടെ കട ഞാൻ വീട്ടിക്കോളാം. അവിടെയാണ് എനക്ക് തെറ്റുപറ്റിയത്. ഇത് കട അല്ല. ഓള് ഡാൻസ് കളിക്കുന്ന മുറിയുണ്ടല്ലേ, അതിന്റെ വാടകയായിട്ട് ഓള് ഞമ്മക്ക് കുറച്ച് കാശ് തന്നിട്ടുണ്ട്. അതിന് കുറച്ച് കാശ് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെന്ന് കരുതിക്കോട്ടെ. അയ്യത്താവണേന് മുമ്പ് നമ്മുടെ ബാപ്പ ആശുപത്രിയിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു. അന്ന് നമ്മൾ അനുഭവിച്ച വേദന പടച്ചോന് മാത്രമേ അറിയൂ. ചുമ്മാ നോക്കി നിൽക്കാണ്ട് അത് പെണ്ണുകൊണ്ട് കൊടുപ്പാ. ടീച്ചർ കമ്മൽ കയ്യിൽ വെച്ചോളൂ. 500 രൂപയുണ്ട്. ഇനിയും വല്ല ആവശ്യവും വരികയാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞേച്ചാൽ മതി. ഞാൻ ഉള്ളത് കൊടുത്തേക്കാം. ഹാജിയാരോട് കുറച്ച് കാശ് കടമായിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ആവശ്യം പറഞ്ഞപ്പോ ഹാജിയാർ പറഞ്ഞു കട ആക്കണ്ടെന്ന്. പലപ്പോഴായി ടീച്ചർ കൊടുത്ത വാടക തന്നെയായത്. എന്നാ സമയം കളയണ്ട. 5 മണിക്ക് മുമ്പ് അക്കരെ ചെന്നാലേ ബസ് കിട്ടും. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. മറക്കണം, മറന്നേ പറ്റൂ. ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല.
രക്ഷയില്ല. രുതിരം സർവഭൂഷണം ശിവം ഭസ്മതുല്യം ഏവം ക്ഷണഭങ്കുരം ഗോവേ നഹി നഹി നഹി. അല്ല ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞൂടെ? അത് ഞാനല്ലോ മൂപ്പരല്ലേ പറയണ്ടത്. നിങ്ങൾക്ക് ഈ ഭാഷ മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. രുതിരം സർവഭൂഷണം എന്ന് വെച്ചാ എന്താ? അതെന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ? സർവഭൂഷണം രുതിരം അത്ര തന്നെ. അല്ല, രുതിരം സർവഭൂഷണം എന്ന് വെച്ചാ മേലാകെ രക്തം കൊണ്ട് നനഞ്ഞ് നനഞ്ഞ് ശിവം ഭസ്മതുല്യം പരമശിവന്റെ നെറ്റിയിലെ ഭസ്മത്തിന് തുല്യമായിക്കൊണ്ട് ഏവം ക്ഷണഭങ്കുരം എത്ര പെട്ടെന്ന് ഇല്ലാതായോ ഗോവേ നഹി നഹി നഹി. പശു ഈ ലോകത്ത് എവിടെയും നഹി നഹി നഹി. ദാ പല്ലിയലിച്ചു കേട്ടോ, സത്യം. എന്ന് വെച്ചാ തന്റെ പശുവിനെ ഏതോ മുട്ടാളനായ കശാപ്പുകാരൻ പിടിച്ചു കെട്ടി കൊന്ന് ഇറച്ചി വിറ്റ് എല്ല് കരിച്ച് ഭസ്മമാക്കിന്ന് സാരം. എന്നാലും രാശി ഉഗ്രന. തന്റെ കഷ്ടകാലമെല്ലാം തീരാൻ പോവാ. ഈ മേടം 15 മുമ്പ് തന്റെ പശു കച്ചവടം അഭിവൃദ്ധിപ്പെടും. താൻ വലിയൊരു ഗോശാലയുടെ മേലാധികാരിയാവും. 100 കണക്കിന് പശു, 1000 ലിറ്റർ പാല്, ലോറിക്കണക്കിന് ചാണകം. പിന്നെ താൻ ആരാ? അതോടെ തന്റെ കല്യാണം നടക്കും. പിന്നെ വെച്ചടി കയറ്റമല്ലേ. ഒന്ന് പോ പണിക്കരെ, നിങ്ങളടുത്ത കവടി തെറ്റിപ്പോയി. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലം കഴിഞ്ഞു. അത് ഞാൻ മറന്നു. നല്ല ഐശ്വര്യമുള്ള വണ്ടിയാ സാറേ. ഇത് എസ്റ്റേറ്റിൽ ആദ്യത്തെ ലോഡും കൊണ്ടുവന്നതിന് ശേഷമാ കരുണാകരൻ മുതലാളി വഴിക്ക് വഴി 7 ലോറി വാങ്ങി കൂട്ടിയത്. നല്ല വർക്കത്തുള്ള വണ്ടിയാ, പേടിക്കാനേ ഇല്ല. കണ്ണും തുറന്നിരുന്നിട്ടാ ഉറങ്ങണേ? ദാ കുളിക്കണോന്ന് പറഞ്ഞിട്ട് നേരെ എത്രേ? ഇന്ന് കുളിയൊന്നും വേണ്ടേ? ഉച്ചയാവാറായി. നിന്റെ ഈ മാല എത്ര പവനാന്ന് പറഞ്ഞത്? 10 പവൻ. എന്താ വിശ്വാസം വരുന്നില്ലേ? അതൊന്ന് അഴിച്ചേ. എന്തിനാ? ഇതുപോലൊരെണ്ണം നിനക്ക് പണിയിക്കാനാ. അയ്യോ, എന്നാ ഇതുപോലെ വേണ്ട. 10 പവന്റെ ഒരു നെക്ലേസ് പണിയിച്ചാ മതി. അതാ ഇതിലും ഭംഗി. ഞാനും അത് തന്നെ വിചാരിച്ചത്. ഏതായാലും ഒരു കാര്യം ചെയ്യാം. ഇത് വിറ്റിട്ട് ഞാനൊരു ലോറിക്ക് കുറച്ച് പണം കൊടുക്കും. ആ ലോറി കോയമ്പത്തൂർ ബോംബെ റൂട്ടിൽ ഓടി വന്നാൽ എന്റെ കയ്യിൽ പണം വരും, നിന്റെ കഴുത്തിൽ നെക്ലസും വരും. ആ, അങ്ങനെ ഇപ്പൊ വേണ്ട. ഇത് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെന്റെ അച്ഛൻ തന്നതോ. അയ്യേ, അവിടെ ഒരു അച്ഛൻ ദുബായിന്ന് കേട്ടപ്പോ നിന്റെ തന്ത ഒരു പത്രാസിന് കെട്ടി തന്നാലേടി ഇത്. എന്നാലും ഇതിന് വെക്കണമെന്നുണ്ടോ? ആ, ഉണ്ട്. ഇരിക്കെ. പിന്നെ ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. മോളുടെ കാതുകുത്തൊക്കെ കഴിഞ്ഞോ? അതിന്റെ പേരില് ഭാസ്കരന് ഇപ്പോഴും എന്നോട് ദേഷ്യം കാണും അല്ലേ? ഏയ്, നല്ല കഥ. ഞാനതൊക്കെ എന്നേ മറന്നു. മറ്റുള്ളവർക്ക് എതിർപ്പില്ലെങ്കിൽ വിളിച്ചാൽ ഞാൻ ഇനിയും വരും. കാത് കുത്തണോ മൂക്ക് കുത്തണോ അതാ ഞാൻ. ഞാനൊരു ലോറി വാങ്ങാനുള്ള ആലോചനയില്ല. 1-2 കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ പണത്തിന് ചെറിയൊരു ഞെരുക്കം വന്നു. അല്ല, ഭാര്യയുടെ കയ്യിൽ ആഭരണങ്ങൾ കുറയണ്ടേ? ഇപ്പോഴെങ്ങനെ സ്വർണത്തിന്റെ നിലവാരം? നല്ല മാർക്കറ്റ് അല്ലേ? ഇന്ന് 120 കയറ്റം. അങ്ങോട്ടോ ഇങ്ങോട്ടോ? അങ്ങോട്ട്. എത്രയുണ്ട്?
അത് ശരിക്കും പറഞ്ഞ ഒരു 10 പവൻ. ദാ, ഇതാണ് ഉരുപ്പടി. ഞാനല്ല പണിയിച്ചത്, കല്യാണത്തിന്റെ പേരിൽ അവളുടെ അച്ഛൻ സമ്മാനിച്ചതാ. ഞാൻ ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ അത്ര നിർബന്ധമുള്ള ആളല്ല. ഇപ്പോഴാവശ്യം വന്നില്ലേ, അതാ സ്വർണത്തിന്റെ മഹത്വം. എന്നാലും ഇതൊരൊറ്റ ഉരുപ്പടിയായി പോയി. ഉരുക്കുമ്പോ മാറ്റ് കുറയും. അത് സാരമില്ല. സാധനം ഞാൻ എടുക്കാമെന്ന് വെച്ചാ ടൗണിൽ ജ്വല്ലറി കൊണ്ടുപോയി പണമാക്കാം. ഇപ്പൊ മാർക്കറ്റിലുള്ള വിലയും തരാം. പക്ഷെ എനിക്ക് പ്രശ്നമൊന്നും വരരുത്. ഹേയ്, എന്ത് പ്രശ്നം? അല്ല, ആരെങ്കിലും ഈ പേരും പറഞ്ഞ് ഇവിടെ വരികയോ ബഹളം വെക്കുകയോ ഒന്നും പാടില്ല. ഇതൊരു സ്ത്രീധന ഉരുപ്പടിയായി പോയില്ലേ, അതായി പേടി. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമുക്കേ ആ ഭാസ്കരന്റെ കടയിൽ നിങ്ങൾ നടന്നോ. ഭാസ്കര, ഉത്സവത്തിനുള്ള പിരിവിനിറങ്ങിയതാ. വെളിച്ചപ്പാടെന്തിനാ പിരിക്കാൻ നടക്കുന്നത്? ഇപ്പൊ പിരിച്ചാലല്ലേ പിന്നെ വെളിച്ചപ്പെടാൻ പറ്റൂ. മുതലാളിയുടെ ബിസിനസിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാം നന്നായി വരും. ആരംഭിക്കുന്നതിന് മുമ്പ് ഭഗവതിക്ക് ഒരു പ്രാർത്ഥന തരണം. എല്ലാം ശുഭമായി ഭവിക്കും. ഞങ്ങൾ ഇവിടെ ഈ കാവിലെ കമ്മിറ്റിക്കാരാ. ഉത്സവ പിരിവിന് വേണ്ടി ഇറങ്ങിയതാ. നേരിട്ട് കണ്ട സ്ഥിതിക്ക് പവിത്രന്റെ വക സൗകര്യം പോലെ 500 1000 എല്ലാത്തിനും സമയം ഉണ്ടെന്റെ മാധവൻ നായരെ. ഉണ്ട്. നിങ്ങൾ ഇരിക്ക്. ആദ്യം ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഇടപാടുണ്ട്. എനിക്ക് ധൃതിയില്ല. ഇരിക്ക്. സത്യമുള്ള ലോഹ സ്വർണം. കയ്യിൽ വരാനും പോവാനും അതിനുമുണ്ടൊരു സമയം. പണം ഇന്ന് തന്നെ വേണോ അതോ നാളെ കഴിഞ്ഞിട്ട് മതിയോ? അത് എത്ര വേഗം കിട്ടുന്നോ അത്രയും വേഗം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒന്ന് ടൗൺ വരെ പോണം, വരണം. സ്വർണ്ണല്ലേ നമ്മുടെ കൈ കിടക്കുന്നത്. ഏതായാലും ഞാനിതിന്റെ മാറ്റം നിറച്ചു നോക്കട്ടെ. ഇത് എത്ര പവനാണെന്നാ പറഞ്ഞത്? 10. ഭാര്യയുടെ അച്ഛന്റെ വകയാണല്ലേ. സ്ത്രീധനാവുമ്പോ ഇതൊക്കെയല്ലേ തരാൻ പറ്റൂ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മനുഷ്യ, ഇതിനകത്ത് ചെമ്പ്. പത്ത് പവൻ പോയിട്ട് 1/4 പവൻ സ്വർണം ഇതിലില്ല. ഞാനെന്താ വിഡ്ഢിയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഗൾഫുകാരനാണെന്നും പറഞ്ഞ് വലിയ കാര്യത്ത് 10 പവന്റെ മാലയും കൊണ്ട് വന്നേക്കുന്നു. ഇതിനകത്ത് മുഴുവൻ സ്വർണം പൂശിയ ചെമ്പുമാല. എന്റെ ഭാഗ്യത്തിനാ ഇവിടെ വെച്ച് മാറ്റി നോക്കാൻ തോന്നിയത്. ടൗണിലോ മറ്റോ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാനിപ്പോ അകത്തായേനെ. സംശയം ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പരിശോധിച്ചോ. ഇപ്പോഴെങ്ങനെ തട്ടാൻ തട്ടിയോ? അന്ന് നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയില്ലേ? 10 പവൻ ഒരു പെണ്ണിന് കൊടുത്ത ഞാൻ ഒരു പൊട്ടനാണെന്ന് വരെ പറഞ്ഞില്ലേ? ഞാൻ കൊടുത്തതേ തനി ചെമ്പ്. ഞാൻ ജനിച്ചത് ഒറ്റ തന്തക്ക, തട്ടാൻ ഗോപാലനായന്റെ തന്ത. സംഗതി അറിഞ്ഞോ? തട്ടാൻ തട്ടി. അവൻ പണ്ട് സ്നേഹലത്തിൽ കൊടുത്ത മാലയില്ലേ, അത് ചെമ്പായിരുന്നു. അകത്ത് ചെമ്പും പുറത്തു സ്വർണവും. അവൻ ആരാ മോൻ? സംഗതി തല തിരിഞ്ഞാ തോന്നുന്നത്. തട്ടാൻ തട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു കളി ഉണ്ടാവും. അതാണ് കലാശക്കളി.
നിന്റെ തന്ത ഞാനൊരു പൊട്ടനാണെന്ന് വിചാരിച്ചോടി. ഇത് കണ്ടോ, നിന്റെ തന്ത എന്ന മാല പണമില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ, ഈ നാറിയ പണിക്ക് നിൽക്കണോ? എന്താ ഉണ്ടായേ? ഇത് ചെമ്പാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ചെമ്പില് സ്വർണം പൂശി അതിന്റെ കൂടെ മോളയും കൂട്ടി ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. ഇതാണ് നീ എപ്പ നോക്കിയാലും അച്ഛൻ തന്ന മാലയാണ്, അത് ഊരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞോട്ട് നല്ലടി. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. അന്ന് നിങ്ങളൊക്കെ കൂടി നാണം കെടുത്തി ഇറക്കി വിട്ടില്ലേ, ആ തട്ടാം ഭാസ്കരനാ ഇന്നലെ രക്ഷിച്ചത്. ഇത് വേറെ വല്ല സ്ഥലത്താ വിൽക്കാൻ കൊണ്ടുവരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിലായനെ. എടുക്കണേ കുഞ്ഞിനെ, നിന്റെ തന്തയോട് രണ്ടു വാക്ക് ചോദിച്ചിട്ടെന്ന് കാര്യമുള്ളൂ. കുഞ്ഞിനെ എടുക്കാൻ. അല്ല, നമ്മളെ പവിത്രനും പണിക്കര മോളും അല്ല പേരനെ. ആ വരവത്ര പന്തിയല്ലോ. പവിത്ര, പവിത്ര, നിക്കൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ വരട്ടോ. പവിത്ര, എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നാട്ടുകാർ അറിഞ്ഞ മോശമല്ലേ? ഇനി ആരാ അറിയാനുള്ളത്? എനിക്ക് പോലും മോശം തോന്നുന്നില്ല. ഇനി ഇതുപോലൊരു ചെറ്റത്തരം ഇവിടെ ഒരു തന്തയും ചെയ്യരുത്. പിന്നെ നീ ഇങ്ങനെ തന്നെ പറയാൻ തുടങ്ങിയാൽ എങ്ങനെയാ? എവിടെ നോക്കി വിളിച്ചപ്പോഴാ ഞാൻ പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞു. ഇവിടെ നിൽക്കാണ്. എന്ത് പണിയാണ് കാണിച്ചു വച്ചേക്കണത്? എന്തേ? ഒന്നുമില്ല. അന്ന് അവർ എന്റെ നെഞ്ചത്തിട്ട് കുത്തി. ഇന്ന് ആ കത്തി വലിച്ചൂരി ഞാൻ തിരിച്ചൊന്ന് കുത്തി, അത്രേ ഉള്ളൂ. എന്തൊക്കെയായാലും ഭാസ്കരേട്ടാ, നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഈ ചതിപ്പണി ഇനി ഈ നാട്ടിലുണ്ടാവരുത്. ഭാസ്കരേട്ടാ, എന്ത് സംഭവിച്ചാലും ഒരു ഇഞ്ച് വിട്ടുകൊടുക്കരുത്. എന്നാലും അത് ശരിയായോ? എന്താ ശരിയില്ലാത്ത? പണിക്കരങ്ങനെ വലിയ ആളൊന്നും ആവണ്ട, ഞങ്ങളുണ്ട് ഭാസ്കരന്റെ കൂടെ. എന്താ പറയുക? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഈ കാര്യത്തിനെതിരാ. കല്യാണം കഴിച്ച് അവർക്കൊരു കുട്ടിയായി. ഈ സമയത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പിന്നെ ഏത് സമയത്ത് അങ്ങനെ പ്രശ്നം ഉണ്ടാകേണ്ടത്? ഒരു കാര്യം പല കാര്യമുണ്ട്. ഇപ്പൊ എന്താ പാപ്പി? സംഗതി ശരിയാ, തട്ടി. എന്ത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? അയ്യോ, സ്നേഹലതയല്ലേ വരുന്നേ? എന്താ എന്താ പവിത്ര? എന്താ മോളെ? എല്ലാവരും കൂടെ എന്താ? ഈ മാല എത്ര പവനുണ്ടെന്ന് പറഞ്ഞത്? 10 അല്ലേ ഭാഗ്യരവി? അതെ, 10 പവൻ. അത് ശരി. അപ്പോൾ ഇത് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണല്ലേ? ചെമ്പില് സ്വർണം പൂശി 10 പവന്റെ മാലയാണെന്നും പറഞ്ഞ് കഴുത്തിലിട്ടുകൊണ്ട് കിടന്നാലേ ഞാനത് അറിയില്ലെന്ന് വിചാരിച്ചോ? ചെമ്പോ? അതെ, ചെമ്പ് തന്നെ. തന്ന ഉരുപ്പടി മുഴുവൻ ഇങ്ങനത്തെ ആണെങ്കിലേ തന്ന പെണ്ണിനും കാണാൻ എന്തെങ്കിലും ദോഷം. ഇനി അതൊക്കെ അറിഞ്ഞിട്ട് മതി ബന്ധം. ചെമ്പോ? ഇതെങ്ങനെ ചെമ്പാന്നേ? മോനെ പവിത്ര, നീ ഞാൻ പറയുന്നൊന്ന് കേട്ടിടത്തോളം ഒക്കെ തന്നെ ധാരാളം. വാ മോനെ, നമുക്ക് അകത്ത് നിന്നിരുന്ന് ഓ, സംസാരിക്കാം. നാട്ടുകാര് കേൾക്കുന്നുള്ള കുറച്ചിലായിരിക്കും. കേൾക്കട്ടെ, ജ്യോതിഷ മാന്ത്രിക രത്നത്തിന്റെ ഒരു മഹിമ. ഞാൻ നിന്റെ കാല് പിടിക്കാൻ പവിത്ര. എനിക്കൊരു അബദ്ധം പറ്റിയത്. എന്റെ കാലൊന്നും ആരും പിടിക്കണ്ട. എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറാതെ രക്ഷപ്പെടുത്തിയതേ ആ ഭാസ്കരനാ. അവന്റെ കാലിയൊന്ന് പിടി. 10 പവന്റെ ഒരു മാല. മതി പറഞ്ഞത്. അയാൾ അത്ര വലിയ ആളൊന്നും ആക്കണ്ട. എനിക്ക് മാല എന്നതേ നിങ്ങളെ രക്ഷിച്ചാ തട്ടാൻ തന്നെയാ. സ്നേഹലതേ, മോളെ, 10 പവന്റെ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് അത് എന്റെ തന്നതേ വേറെ ആരുമല്ല. ചെന്ന് ചോദിക്ക്. സ്ഥലം വിടുന്നതാണ് നല്ലത്. തടി കേടാവും. ദുബായ്ക്കാരന് തീ പിടിച്ച മട്ടുണ്ട്. എന്റെ ഭഗവതി, സത്യം അതാണ് പവിത്ര. പണ്ട് അവൻ അവളെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു. ഞാനാ എതിർത്തത്. ഞാൻ അറിയാണ്ട് അവൻ തന്നെയാ ഒരു സമ്മാനം പോലെ ഈ മാല അവൾക്ക് കൊടുത്തത്. ഞാൻ എന്റെ ബുദ്ധിമോശം കൊണ്ട് അത് തിരിച്ചു കൊടുപ്പിക്കാതെ കൈക്കലാക്കി. അത് കഴുത്തി കിടന്ന് എന്നെ തന്നെ ഇപ്പൊ തിരിച്ചു കൊത്തി. എനിക്കറിയേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. എന്നെ ചതിച്ചത് ആരാ? തട്ടാനോ അതോ പണിക്കെത്തിയോ? തട്ടാനാ. ഭാസ്കര, അവിടെ നിക്ക്. സംഗതി ആകെ കുഴഞ്ഞു. എന്റെ ഭഗവതി, ആ ദുബായ്ക്കാരന് തീ പിടിച്ചിരിക്കുക. അവന്റെ കൂടെ ചില ആൾക്കാരുണ്ട്, നമ്മുടെ മാധവൻ നായരടക്കം.
അയാൾ അല്ലെങ്കിലേ കാലുമാറ്റക്കാരാണ്, മൈൻഡ് ചെയ്യരുതെന്ന്. ഭഗവതിയെ ഓർത്ത് നീ വേണ്ടാത്ത കുഴപ്പത്തിനൊന്നും പോണ്ട കേട്ടോ. എന്ത് കുഴപ്പം? ഇനി വരുന്നേരത്ത് വെച്ച് കാണാം, അത്ര തന്നെ. എന്റെ ഭഗവതി, ആ പണിക്കരുടെ തോന്നിയാസത്തിന് പടച്ചോൻ കൊടുത്ത തിരിച്ചടിയാണിത്. അതിന്റെ ക്രെഡിറ്റ് പടച്ചോന് കൊടുക്കൊന്നും വേണ്ട. ഭാസ്കരൻ നല്ല ഉശിരുള്ളവനാ. എന്റെ അമ്മേ, ഭാസ്കര മുങ്ങിക്കോ മുങ്ങിക്കോ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും. എടാ ചെറ്റേ, ചെറ്റ ഞാനല്ലടാ, നിന്റെ അമ്മായിയപ്പൻ ആ കള്ള പണിക്കരില്ല, അയാളാ. നീ വലിയ ആളൊന്നും ആവണ്ട. സ്വർണം കാണിച്ച നാട്ടിലുള്ള പെമ്പിള്ളേരെ വശീകരിക്കാൻ നടക്കുന്ന തെണ്ടി. എന്റെ അമ്മോ, എന്റെ കർത്താവ്, എന്റെ പുണ്യാളച്ച. ഹാജര് വിട്ടാരേ, ഹാജര് വിട്ടാരേ. കൽമൈ താത്ത, കൽമൈ താത്ത, കൽമൈ താത്ത. ഇത് ഞാനാണ് പശുവിനെ കളഞ്ഞ പാപ്പി. ഹാജാരത്തെ എല്ലാവരും കൂടി തല്ലിക്കൊല്ലുന്നു. ഒന്ന് ഓടി വരും. എന്റെ ബദരീങ്ങളെ, എവിടെയാ എവിടെയാ അവരുള്ളത്? നിങ്ങളൊന്ന് വേഗം പറയ്, എവിടെയാ അവരുള്ളത്? കൽമേ, നിന്റെ പുന്നാരമുത്തേ, ഈ എന്തിനാണ് ഇവിടെ വന്നത്? നിങ്ങൾക്ക് വല്ലതും പറ്റിയ പിന്നെ ഞമ്മള് ജീവിച്ചിരിക്കൂല. എന്താണ്ടാ നിർത്തിക്കളഞ്ഞത്? തല്ലി ചാവിണ്ട, ഒരു പെണ്ണിന് വേണ്ടി തല്ലി ചാവി. ഹാജിയാരെ, എന്താ അവിടെ ഒരു ബഹളം? നിങ്ങളുടെ മോൻ ഭാസ്കരൻ അയൽവക്കത്തെ പണിക്കരെ മോക്കൊരു മാല കൊടുത്തില്ലേ? അതും പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ അവനെ ഇട്ട് ചക്രശ്വാസം വലിപ്പിച്ചില്ലേ? അത് സ്വർണമല്ല, അതിന്റെ ഉള്ളിൽ ചെമ്പായിരുന്നു. അതിന്റെ പേരിലാണ് ഈ കൂട്ടത്തല്ല് മുഴുവനും. ചെമ്പോ? ആ, ചെമ്പ് തന്നെ. അന്ന് അവള് പറഞ്ഞതുപോലെ ഞാൻ സ്വർണം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്റെ ഗതി എന്താവുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കല് അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അവള് ചോദിച്ചപ്പോ ആ മാല ഞാൻ കൊടുത്തത്. അതിനപ്പുറം ഒരു വൃത്തികേടും ഞാൻ ആരോടും ചെയ്തിട്ടില്ല. പണിക്കരത് അയാൾ കൊടുത്ത മാലയാക്കി അവളുടെ കല്യാണം നടത്തിച്ചു. പവിത്രനോട് എനിക്കൊരു ദേഷ്യമില്ല. ദേഷ്യമില്ലാത്തത് കൊണ്ടാ പവിത്രന്റെ കുഞ്ഞിന്റെ കാത് കുത്താൻ ഞാൻ ചെന്നത്. ഞാൻ കുത്തിയ കുഞ്ഞിന്റെ കാത് പഴുക്കും എന്ന് വരെ അവര് പറഞ്ഞു. എല്ലാവരും ചേർന്ന് അവിടുന്ന് തന്നു എന്റെ നെഞ്ചത്ത് ഒരുപാട് കുത്ത്. അത് നിങ്ങൾക്കാർക്കും അറിയില്ല. എന്നിട്ടിപ്പോ ഞാൻ കൊടുത്ത മാല സ്ത്രീധനം കിട്ടിയതാണെന്നും പറഞ്ഞ് എന്റെ അടുത്ത് തന്നെ വിൽക്കാൻ കൊണ്ടുവന്നു. ഞാനൊരു മനുഷ്യനാണ്, എന്റെ മനസ്സ് നോവും. നീ ഇങ്ങ അടുത്തു വാ.
നീ പറഞ്ഞതൊക്കെ അച്ഛൻ കേട്ടു, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ചെമ്പുമാലയിൽ സ്വർണം പൂശി സ്വർണമാലയാക്കി കൊടുക്കാൻ നിനക്ക് തോന്നിയില്ലേ? ആ ബുദ്ധി എന്റെ മോൻ എവിടുന്ന് കിട്ടി? പറയടാ, എവിടുന്ന് കിട്ടിയടാ നിനക്ക് ആ ബുദ്ധി? അച്ഛൻ പണ്ട് സ്വർണ്ണാണെന്നും പറഞ്ഞ് അമ്മയ്ക്ക് കൊടുത്ത ആഭരണങ്ങളൊക്കെ ചെമ്പായിരുന്നില്ലേ? എന്റെ ഈശ്വര, പുറപ്പെട്. ഇതാണ് സ്വർണം, ഒരു പണത്തൂക്കം ചെമ്പില്ലാത്ത തനിത്തങ്കം.